അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അതായത് 40 ചോദ്യങ്ങൾ വരുന്നുണ്ട്. അതായത് ഒരു 2.5-3 മാർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആവറേജ് എടുക്കുന്ന ഇത് ഭൗതികശാസ്ത്ര ഏരിയയിൽ 3 പകരം 4 എന്നുള്ള വെയിറ്റേജ് നമുക്ക് ഏകദേശം ഉറപ്പിക്കുന്ന ഒരു സംഗതിയാണ്. ഈ ഒരു LDCയുടെ ട്രെൻഡും കൂടെ നമുക്ക് കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ആ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തിട്ട് ഞാനൊരു വീഡിയോ കൂടെ തരുമ്പോൾ നിങ്ങൾക്ക് ബാക്കിയുള്ള ഘട്ടക്കാർക്ക് മറ്റു ഘട്ടക്കാർക്ക് എന്തായിരിക്കും സുഖസുന്ദരമായിട്ട് എക്സാം എഴുതാൻ പറ്റും. ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് LDC പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ആളുകൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അവസാനത്തെ 3 ആഴ്ച ആണ് ഇനിയുള്ളത്. നിങ്ങൾക്ക് ഈ ഒരു 3 ആഴ്ചയിൽ നിങ്ങളുടെ ഒന്നാം ഘട്ടക്കാരുണ്ട്, LDC ഒന്നാം ഘട്ടം തിരുവനന്തപുരംകാരുണ്ട്, അതേപോലെ തന്നെ ഗാന്ധി ബോർഡുകാരുണ്ട്. ഇവർക്കൊക്കെ ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. ഈ ഒരു ഫൈനൽ റിവിഷൻ, അവസാനത്തെ ഈ 3 ആഴ്ചത്തെ റിവിഷൻ, അവിടെ എന്തിന് പ്രാധാന്യം കൊടുക്കണം, ഏതൊക്കെ ഏരിയകൾ നന്നായിട്ട് പ്രാധാന്യം ചെയ്യണം എന്നുള്ള രീതിയിൽ ഒരു ബ്ലൂ പ്രിൻ്റ് വീഡിയോ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു 10th ലെവൽ പരീക്ഷകളുടെ ഒരു രീതി, അതായത് 50+20 കറണ്ട് അഫേഴ്സ് അടക്കം 70 മാർക്കുള്ള ആ രീതിയിൽ ഈ പാറ്റേണുകൾ മാറിയതിന് ശേഷം നടന്നിട്ടുള്ള ചോദ്യ പേപ്പറുകൾ 12 ചോദ്യ പേപ്പറുകളാണ്. എല്ലാ ചോദ്യ പേപ്പറുകളും എല്ലാ ചോദ്യ പേപ്പറുകൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്തുകൊണ്ട് തയ്യാറാക്കിയ ഒരു വീഡിയോ ആണ്. എത്ര ചോദ്യങ്ങൾ ഓരോ ഏരിയയിൽ നിന്ന് വന്നിട്ടുള്ളത് മനസ്സിലാവും. അതിനനുസരിച്ച് ടോപ്പിക്കുകളെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഏറ്റവും ഹോട്ട് ടോപ്പിക്സ് എന്നുള്ള രീതിയിൽ 5 സ്റ്റാർ ടോപ്പിക്കും 4 സ്റ്റാർ ടോപ്പിക്കും ഒക്കെ ആയിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ സമയലഭ്യതയ്ക്കനുസരിച്ച്, നിങ്ങളുടെ മുന്നിൽ ഇനിയുള്ള സമയം അനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വളരെ കുറവ് സമയമുള്ളെങ്കിൽ നിങ്ങൾക്ക് 5 സ്റ്റാർ ടോപ്പിക്ക് മാത്രം, അതായത് നിങ്ങൾക്ക് ഇനി ബാക്കി വേറെയും പഠിക്കാനുണ്ട്, അപ്പോൾ 5 സ്റ്റാർ ടോപ്പിക്സ് എങ്കിലും ഒന്ന് നന്നായിട്ട് റിവൈസ് ചെയ്ത് വെച്ചോ. അവിടെ നിന്ന് ചോദ്യങ്ങൾക്ക് നല്ല സാധ്യതയുണ്ട്. ഇനി അത്യാവശ്യം പഠനമൊക്കെ നല്ല രീതിയിൽ കഴിച്ച ആളുകളാണ്, 4 സ്റ്റാർ ടോപ്പിക്കും സുന്ദരമായിട്ട് നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഈ ഒരു 3 ആഴ്ച കൊണ്ട് ഒന്നുമല്ലാത്തൊരാളുകൾക്ക് ഈ പറയുന്ന ടോപ്പിക്കുകൾ നന്നായിട്ട് പഠിച്ചാൽ പോലും നല്ല മാർക്ക് സ്കോർ ചെയ്ത് റാങ്ക് ലിസ്റ്റായി കയറാൻ പറ്റുമെന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമത് ആദ്യം ഒന്ന് കാര്യം മനസ്സിലാക്കുക. പലർക്കും ഒരു സംശയം ഉണ്ടാവും, കാരണം കറണ്ട് അഫേഴ്സ് 20 മാർക്കിനുണ്ട്. അപ്പോൾ 20 മാർക്കിന് കറണ്ട് അഫേഴ്സ് ഉണ്ട് എന്നുള്ള പേടി കൊണ്ട് നടക്കുന്ന ആളുകളുണ്ട്. അത് ഞാനിവിടെ നിങ്ങളുടെ തുടക്കത്തിലെ ഈ ഒരു സ്റ്റഡി പ്ലാൻ പറയുന്ന സമയത്തെ പറഞ്ഞിട്ടുണ്ട്. ആകെ ഒരു 13-14 ചോദ്യങ്ങളെ കറണ്ട് അഫേഴ്സ് ഉണ്ടാവാറുള്ളൂ, ബാക്കി ചോദ്യങ്ങൾ മറ്റ് സബ്ജക്റ്റിലേക്ക് കടക്കുകയാണെന്നുള്ളത്. അതിവിടെ തെളിവ് സഹിതം നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഓരോ ടോപ്പിക്കിൻ്റെയും പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് ഇറങ്ങാനും പറ്റും. അതിനുവേണ്ടി ആദ്യം ഈ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കുക. നോക്കിയാൽ നിങ്ങൾക്കറിയാം, ചരിത്രം മൊത്തം എത്ര മാർക്കാണ് നിങ്ങൾക്ക്, നിങ്ങളുടെ സിലബസിൽ 5 മാർക്കാണ്. അപ്പോൾ 12 ക്വസ്റ്റ്യൻ പേപ്പറിലാണെങ്കിൽ 12 × 5 എത്ര മാർക്ക് വേണം, 60 മാർക്ക് വേണം. ഇവിടെ എത്ര വന്നിട്ടുണ്ട്, 62. 2 ചോദ്യം കയറി വന്നിട്ടുണ്ട്, അത്രയേ വന്നിട്ടുള്ളൂ ചരിത്രത്തിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഏകദേശം ആ ഒരു അനുപാതം കൃത്യമായിട്ട് ചരിത്രത്തിൻ്റെ കാര്യത്തിൽ കാത്തു സൂക്ഷിക്കപ്പെടും. അതായത് 4-5 ചോദ്യങ്ങൾ, 5 ചോദ്യം എന്തായാലും ഉണ്ടാവും. അത് ചില പരീക്ഷകളിൽ ഒന്ന് കൂടും. ആ രീതിയിലാണ് ചോദ്യങ്ങളുള്ളത്. ഇനി ഇവിടെ ഏതിനാണ് പ്രാധാന്യം കൂടുതൽ നോക്കിയത് നിങ്ങൾ കണ്ടോ. കേരളം 17 ചോദ്യങ്ങളേ ഉള്ളൂ, ലോകം 19 ചോദ്യങ്ങളേ ഉള്ളൂ. പക്ഷേ ഇന്ത്യ ചരിത്രം എത്രയുണ്ട്, 26 ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഈ 12 ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ 26 ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ നിന്നുണ്ടെന്ന് പറയുമ്പോൾ തന്നെ അവിടെ 2 ചോദ്യം അല്ലെങ്കിൽ കൂടുതൽ എവിടെ നിന്ന് വരാറുണ്ട്, 5 ചോദ്യത്തിൽ ഇന്ത്യ ചരിത്രം എന്തായാലും വരും. കേരളവും ലോകവും അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിയാറുണ്ട് അല്ലേ. അതുകൊണ്ട് ഏറ്റവും പ്രാധാന്യം ഇവിടെ എന്തിനാണ്, ഇന്ത്യ ചരിത്രത്തിനാണ് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. ദെൻ ഭൂമിശാസ്ത്രം നിങ്ങൾക്ക് 80 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അവിടെയും 5 മാർക്ക് തന്നെയേ ഉള്ളൂ. അപ്പം 12 ക്വസ്റ്റ്യൻ പേപ്പറിൽ 5 വീതമാണെങ്കിൽ 60 മാർക്കിനേ വേണ്ടിയുള്ളൂ. പക്ഷേ 20 ചോദ്യം അധികം കടന്നു വന്നിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് അഫേഴ്സിൻ്റെ എണ്ണം കുറയുകയും അവിടെ ഓരോ മേഖലയിലും ചോദ്യങ്ങളുടെ എണ്ണം ഇത്തിരി കൂടുകയും ചെയ്യുന്നു എന്നുള്ളതാണ് സത്യം. ഓക്കെ, ഇവിടെ നോക്കിയാൽ നിങ്ങൾ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ്, ഇന്ത്യൻ ഭൂമിശാസ്ത്ര. ഈ 80 ചോദ്യങ്ങൾ മൊത്തം ഉള്ളതിൽ 39 ചോദ്യം, അതായത് പകുതിയോളം ചോദ്യം എന്താണ്, ഇന്ത്യൻ ഭൂമിശാസ്ത്രം. കേരളത്തെക്കുറിച്ച് ആകെ 15 ചോദ്യം, പൊതുഭൂമിശാസ്ത്രം 26 ചോദ്യം. അപ്പോൾ ഇവിടെ 5 മാർക്ക് ഉള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, അതായത് 40 ചോദ്യങ്ങൾ വരുന്നുണ്ട്. അതായത് ഒരു 2.5-3 മാർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആവറേജ് എടുക്കുന്ന സമയത്ത് അല്ലേ. അപ്പോൾ ഈ 5-ൽ മാക്സിമം ചോദ്യങ്ങൾ വരുന്നത് ഇവിടെ നിന്നാണ്, ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തിൽ നിന്നാണ് മൊത്തം ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുക. ദെൻ സാമ്പത്തിക ശാസ്ത്രം നോക്കിയേ 65 ചോദ്യങ്ങൾ, 12 × 5 60 വേണ്ടിയിടത്തിൽ 5 ക്വസ്റ്റ്യൻ അധികം ഉണ്ട്. ചില പരീക്ഷകളിൽ ഒരു ചോദ്യം അധികം വരുന്നു എന്നുള്ളതാണ്. ദെൻ ഭരണഘടനയും അതേപോലെ തന്നെ 66 ചോദ്യങ്ങൾ, 12 × 5 60 വേണ്ടിയിടത്തിൽ ചില പരീക്ഷകളിൽ അല്ലെ 12 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു 6 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഓരോ ചോദ്യങ്ങൾ വീതം അധികം വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ദെൻ കേരള ഭരണ സംവിധാനം 12 × 5 60 വേണ്ടിയിടത്തിൽ 62 ചോദ്യം, ഓരോ ചോദ്യങ്ങൾ വളരെ അപൂർവമായിട്ട്. പക്ഷേ ഇവിടെ നോക്കിയാൽ നിങ്ങൾ ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും 6 മാർക്കാണ് നിങ്ങൾക്ക് സിലബസിൽ വെയിറ്റേജ് ഉള്ളത്. 12 ചോദ്യ പേപ്പർ വേണ്ടത് 72 ചോദ്യമാണ്. പക്ഷേ എത്ര ചോദ്യം വന്നിട്ടുണ്ട്, 78 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്.
അതായത് 12-ൽ ഒരു പകുതി ചോദ്യപേപ്പറുകളിൽ ഇവിടെ 6-ന് പകരം അല്ലേ 7 ചോദ്യങ്ങൾ വീതമൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ദെൻ ഭൗതിക ശാസ്ത്രത്തിൽ നോക്കിയാൽ നിങ്ങൾ ഇവിടെ 3 മാർക്കാണ് നിങ്ങൾക്ക് ഫിസിക്സ് ഉള്ളതും 3 മാർക്കാണ് കെമിസ്ട്രി. അപ്പോൾ 12 ചോദ്യപേപ്പർ എത്രയാണ് വേണ്ടിയത്? 36 വേണ്ടിയത്. പക്ഷേ 48 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുവിധം എല്ലാ ചോദ്യപേപ്പറുകളിലും ഒരു ഏകദേശം 4 വീതം ചോദ്യങ്ങൾ ഇവിടെ നിന്ന് കടന്നു വരാറുണ്ട്. അതായത് ഭൗതികശാസ്ത്ര ഏരിയയിൽ 3-ന് പകരം 4 എന്നുള്ള വെയിറ്റേജ് നമുക്ക് ഏകദേശം ഉറപ്പിക്കുന്ന ഒരു സംഗതിയാണ്. കാരണം ഒട്ടുമിക്ക പരീക്ഷകളിലും ആ രീതിയിൽ വന്നിട്ടുണ്ട്. കെമിസ്ട്രിയും അതേപോലെ തന്നെയാണ്. ഈ 12 ക്വസ്റ്റ്യൻ പേപ്പറിൽ 36 വേണ്ടിയിടത്തിൽ 47 ചോദ്യങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. ദെൻ കലാ, കായികം, സാഹിത്യം, സംസ്കാരം 5 മാർക്കിനല്ലേ? അപ്പം 12 × 5 60 വേണ്ടിയത്. അവിടെയും ഈ പറഞ്ഞ പോലെ തന്നെ ഏകദേശം കാത്തു സൂക്ഷിക്കപ്പെടും. ഏതെങ്കിലും ചില ചോദ്യപേപ്പറുകളിൽ ഒരു ചോദ്യമൊക്കെ അധികം വരും. ആ രീതിയിൽ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. പക്ഷെ അവിടെ ഒരു കാര്യമുണ്ട്. കലാ, കായികം, സാഹിത്യം, സംസ്കാരം 4 മേഖലകളുണ്ട്. ഇതിൽ ഏതിനാണ് പ്രാധാന്യം ഏറ്റവും കൂടുതൽ? നമുക്ക് സാഹിത്യ മേഖലയിൽ നിന്ന് 27 മാർക്ക് ചോദിച്ചിട്ടുണ്ട്. മൊത്തം 64 ഉള്ളതിൽ. കായിക മേഖല 23. ഈ 2 മേഖലകളാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കലാമേഖലയിൽ നിന്ന് 10 മാർക്കിനെ ഇതുവരെ വന്നിട്ടുള്ളൂ. സാംസ്കാരിക മേഖലയിൽ 4 മാർക്കിനെ വന്നിട്ടുള്ളൂ. അപ്പം സാഹിത്യവും കായിക മേഖലയ്ക്കും ഈ 2 മേഖലയ്ക്കാണ് ഈ 4 ചേർന്നിട്ടുള്ള അവിടെ 5 മാർക്ക് മൊത്തം ഉള്ളതിൽ ഏറ്റവും പ്രാധാന്യം എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതായത് മൊത്തം 64 ചോദ്യം വന്നതിൽ വെറും 4 ചോദ്യം മാത്രമേ സാംസ്കാരിക മേഖല, അത് തന്നെ വള്ളം കളിയാണ് 3 ചോദ്യവും. ഓക്കെ, അടുത്ത് നോക്കിയേ. കമ്പ്യൂട്ടർ 3 മാർക്കല്ലേ? 12 × 3 36. പകരം 46 ചോദ്യം വന്നിട്ടുണ്ട്. ഏകദേശം ഒട്ടുമിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും ഒരു 4 ചോദ്യം വീതം വരുന്നുണ്ട്. അപ്പോൾ ഒരു ചോദ്യം എക്സ്ട്രാ അവിടെ കൂടുതലായിട്ട് കടന്നു വരാറുണ്ട്. ദെൻ സുപ്രധാന നിയമങ്ങൾ 5 മാർക്കാണ്. 12 × 5 60 വേണ്ടിയിടത്തിൽ 65 ചോദ്യങ്ങളുണ്ട്. ചില ചോദ്യങ്ങൾ കടന്നു വരുന്നു. അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ആനുകാലികത്തിൻ്റെ കാര്യത്തിൽ എന്ത് സംഭവിക്കും? 12 × 20 എത്ര വരും? 12 × 10 120. അപ്പോൾ 12 × 20 എന്ന് പറയുമ്പോൾ 240 ചോദ്യം വേണം ഈ ക്വസ്റ്റ്യൻ പേപ്പറുകൾ മൊത്തം നോക്കുകയാണെങ്കിൽ. പക്ഷേ 157 ക്വസ്റ്റ്യനേ ഉള്ളൂ. ആവറേജ് ഒരു 13-ലേക്കേ വരുള്ളൂ അല്ലേ? യെസ്. അപ്പോൾ ആവറേജ് ഒരു 13 ക്വസ്റ്റ്യൻ ചോദ്യങ്ങൾ മാത്രമായിട്ട് ചുരുങ്ങും എന്നുള്ളതാണ് കറണ്ട് അഫേഴ്സിൻ്റെ കാര്യത്തിൽ ഇതുവരെ സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് കറണ്ട് അഫേഴ്സിനെ കുറിച്ചുള്ള പേടി എന്നെ ആദ്യം മാറ്റി വെക്കുക. ഈ കറണ്ട് അഫേഴ്സിൻ്റെ വീഡിയോ സെപ്പറേറ്റ് വീഡിയോ ആണെങ്കിൽ തരും. 28 ടോപ്പിക്ക് പറഞ്ഞു തരും. ആ 28 ടോപ്പിക്ക് നിങ്ങൾ കൃത്യമായിട്ടൊന്ന് റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് ഉറപ്പാന്നുള്ളതാണ്. നോക്കിക്കോ നിങ്ങൾ അല്ലേ? ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും. അത് സെപ്പറേറ്റ് വേറെ തരും. ഓക്കെ, ഇതിൽ ഓരോ വിഷയവും ഇനി ബ്ലൂ പ്രിൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ചരിത്രത്തിൻ്റെത്, ഭൂമിശാസ്ത്രത്തിൻ്റെ, അങ്ങനെയുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ പറഞ്ഞുതരാം. ഇതുവരെ ഒന്നും കാര്യമായിട്ട് പഠിച്ചിട്ടില്ലാത്തവർ ഈ ഏരിയകളെങ്കിലും പഠിക്കാൻ ഇനി ശ്രമിക്കുക. കാരണം ഇതിനിടയിൽ പിടിവിട്ട് പോയവരുണ്ടാവും. പലവിധ കാരണങ്ങളാൽ നല്ല രീതിയിൽ പഠിച്ചു വന്നിട്ട് എന്തെങ്കിലും കാര്യമായ പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് നിർത്തിപ്പോയവരുണ്ടാവാം അല്ലെ? പ്രശ്നങ്ങളൊക്കെ വന്ന് നിന്ന് പോയിട്ട് ഇനി എന്ത് ചെയ്യും എന്നുള്ള പേടിയിൽ നിൽക്കുന്നവരുണ്ടാവും. അവർക്ക് വളരെ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അതേപോലെ ഗാദി ബോർഡ് മെയിൻസിനുള്ള ആളുകൾക്ക് അല്ലേ, എന്ത് ചെയ്യാം? ഈ തരം ഏരിയകൾ കണ്ടെത്തിയിട്ട് നന്നായിട്ടൊന്ന് പഠിച്ചുറപ്പിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. മൊത്തം വെറുതെ ഇങ്ങനെ കാടടച്ച് വായിക്കുന്നതിന് പകരം ആ ഏരിയകളൊന്ന് പ്രധാന വസ്തുതകളാക്കിയിട്ട് പഠിച്ചു വെക്കുക. നോക്കിയേ, കേരള ചരിത്രം. നിങ്ങൾക്കറിയാം കേരള ചരിത്രത്തിൽ മൊത്തം 7 ടോപ്പിക്കാണുള്ളത്. അതിലൊരു 5 സ്റ്റാർ ടോപ്പിക് എന്ന് പറയാവുന്ന ടോപ്പിക്കാണ് ഈ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ. കാരണം ഇവിടെ നിങ്ങൾക്കറിയാം ആകെ അത്രേ ചോദ്യമേ ഉള്ളൂ. 12 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ 17 ചോദ്യമേ ഉള്ളൂ ആകെ. അപ്പോൾ അത്രയും പ്രധാനപ്പെട്ട ഏരിയ അല്ല. ഇന്ത്യ ചരിത്രമാണ് അവിടെ പ്രധാനം അല്ലേ? ഓരോ ചോദ്യം വീതം, പിന്നെ ചില ചോദ്യ പേപ്പറിൽ മാത്രം 2 ചോദ്യം, അങ്ങനെയൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ തവണ വന്നിട്ടുള്ളതാണ് ഈ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ. അത് നല്ല ഒരു ഏരിയ ആണ്. അവിടെ ഓരോ നവോത്ഥാന പ്രസ്ഥാനങ്ങളും അതിൻ്റെ സ്ഥാപകർ, നവോത്ഥാന നായകരുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതൊക്കെ ഒന്ന് നോക്കി വെക്കുക. ദെൻ പിന്നെ ഏറ്റവും 5 സ്റ്റാർ ടോപ്പിക്കിൽ വരുന്നതാണ്, കൂടുതൽ ചോദ്യം വന്നിട്ടുള്ളതാണ് യൂറോപ്യന്മാരുടെ വരവും സംഭാവനയും എന്നുള്ള ടോപ്പിക്ക്. വലിയ ടോപ്പിക്കാണ്, പക്ഷെ അവിടെ ചോദ്യം ഏറ്റവും കൂടുതൽ തവണയും വന്നിട്ടുള്ളത് ഈ സാധനമാണ്. യൂറോപ്യന്മാരുടെ സംഭാവനയിൽ ഹോർത്തൂസ് മലബാറിക്കസിനെ കുറിച്ചുള്ള ചോദ്യമാണ് കൂടുതൽ തവണ. അത് നന്നായിട്ട് നോക്കി വെക്കുക. അത് കൃത്യമായിട്ട് പഠിച്ചു വെച്ചോ. അവിടെ നിന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങൾ ഒരു പക്ഷേ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിലും വന്നേക്കാം. ഓക്കെ, അതുകൊണ്ട് അത് കൃത്യമായിട്ട് ഉറപ്പിച്ച് വെച്ച് നോക്കുക. ബാക്കിയുള്ള സംഭാവനകളൊക്കെ നോക്കുക, പക്ഷേ ഏറ്റവും നല്ല പ്രാധാന്യം അതിന് കൊടുത്തേക്കുക കേട്ടോ. ഇനി 4 സ്റ്റാർ ടോപ്പിക് എന്ന് പറയാവുന്നതാണ് തിരുവിതാംകൂർ സാമ്രാജ്യം. പ്രത്യേകിച്ചും മാർത്താണ്ഡവർമ്മ, സ്വാതി തിരുനാൾ, അതേപോലെ തന്നെ ശ്രീ ചിത്തിര തിരുനാൾ, ഈ 3 പേർക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം. ദെൻ ഐക്യ കേരള പ്രസ്ഥാനം ചെറിയ ടോപ്പിക്കാണ്. താരതമ്യേന നോക്കുമ്പോൾ ചെറിയ ടോപ്പിക്കാണ്, മാർക്കിനുള്ള സാധ്യതയുണ്ട്. പിന്നെ ദേശീയ പ്രസ്ഥാനം. ഈ രീതിയിലാണ് ഈ ടോപ്പിക്കുകൾ നമുക്ക് മാറ്റാൻ പറ്റുക. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ 5 സ്റ്റാർ ടോപ്പിക്ക്, അതിൻ്റെ തൊട്ട് പ്രാധാന്യം കുറവുള്ളത് 4 സ്റ്റാർ ടോപ്പിക്ക്, പിന്നെ 3 സ്റ്റാറും 2 സ്റ്റാറും ഒക്കെ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ വേർതിരിക്കാം. പക്ഷേ ഇവിടെ ആകെ 7 ടോപ്പിക്കേ ഉള്ളൂ. അപ്പോൾ അതിൽ 1, 2, 3, 4, 5 പറഞ്ഞു. ബാക്കി 2 ടോപ്പിക്കുകളാണുള്ളത്. അതിൽ 10th ലെവൽ പരീക്ഷകളിൽ എന്താണ് നമ്മുടെ കേരള ചരിത്രത്തിൻ്റെ സാഹിത്യ സ്രോതസ്സുകൾ 10th ലെവൽ പരീക്ഷകളിൽ ഈ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ചോദ്യങ്ങൾ അങ്ങനെ വന്നിട്ടില്ല. പക്ഷേ +2 ലെവൽ, ഡിഗ്രി ലെവൽ പരീക്ഷകൾ അവിടെ അത് എന്താണ് ഹോട്ട് ടോപ്പിക്കാണ്.
അല്ലേ? അവിടെ ബ്ലൂ പ്രിൻറ്റിൽ ഏറ്റവും പ്രാധാന്യമുള്ള ടോപ്പിക്കായിട്ട് അത് മാറുകയും ചെയ്യും. അങ്ങനെയൊക്കെയാണ് മുൻകാലങ്ങളിലുള്ള ഒരു സ്ഥിതി വരുന്നത്. ഓക്കെ, പിന്നെ ഒന്നാം ഘട്ടം കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോഴത്തെ ഈ ഒരു LDCയുടെ ട്രെൻഡും കൂടെ നമുക്ക് കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ആ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തിട്ട് ഞാനൊരു വീഡിയോ കൂടെ തരുമ്പോൾ നിങ്ങൾക്ക് ബാക്കിയുള്ള ഘട്ടക്കാർക്ക് മറ്റു ഘട്ടക്കാർക്ക് എന്തായിരിക്കും സുഖസുന്ദരമായിട്ട് എക്സാം എഴുതാൻ പറ്റും. ഇതിപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ട്രെൻഡാണിത്. ഇത് മാറി മറിയുമോ അല്ലെങ്കിൽ ഇത് ഇതേപോലെ തുടരുമോ എന്നുള്ളത് നമുക്ക് ഫസ്റ്റ് ഘട്ട എക്സാമിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്ത് തന്നെയായാലും ഇത്രയും ചോദ്യ പേപ്പറുകൾ അനലൈസ് ചെയ്യുമ്പോൾ ഇത്രയും കാലഘട്ടത്തിനിടയിൽ നൽകിയ ബ്ലൂ പ്രിൻറ്റിലൊക്കെയും നിങ്ങൾക്ക് ഉദ്യോഗാർത്ഥികൾക്ക് അറിയാം അല്ലേ, നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രശംസ നൽകുന്ന ഒരു സാധനമാണ് ഈ പരീക്ഷയ്ക്ക് മുമ്പേ തരുന്ന ബ്ലൂ പ്രിൻറ്റ് അല്ലേ. നിങ്ങൾക്ക് ഏറ്റവും ഗുണകരമായി എന്നുള്ള രീതിയിൽ എനിക്കും വളരെ സന്തോഷകരമായ രീതിയിൽ അപ്രീഷിയേഷൻ കിട്ടുന്ന ഒരു സാധനമാണ്. അപ്പോൾ കൃത്യമായിട്ടൊന്ന് പഠിച്ചു പോകാൻ ശ്രമിക്കാം. ഇനി ഇന്ത്യ ചരിത്രത്തിലെ 5 സ്റ്റാർ ടോപ്പിക് എന്ന് പറയുന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരം. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഇവിടെ നിന്നൊരു ചോദ്യം ഉണ്ടാവും, അത് ഉറപ്പാണ്. അതിൽ തന്നെ 99% സാധ്യത ആ ചോദ്യം എങ്ങനെയായിരിക്കാനാ? ലഹള ഓരോരുത്തരും നേതൃത്വം നൽകിയ ആളുകൾ ചേരുംപടി ചേർക്കാൻ. ഉറപ്പായിട്ടും നല്ല സാധ്യതയുള്ളൊരു ചോദ്യമാണ്. നന്നായിട്ട് കൃത്യമായിട്ട് ആ ഒരു ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ചു വെക്കുക. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഇന്ത്യ ചരിത്രത്തിൽ. പിന്നെ സ്വാതന്ത്ര്യ സമരവും ഗാന്ധിജിയും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവും എന്ന് പറഞ്ഞൊരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. അവിടെ ഗാന്ധിജിയെക്കുറിച്ചും ചോദിക്കാം, അല്ലെങ്കിൽ ഗാന്ധിജി ഉൾപ്പെടാത്ത രീതിയിലുള്ള സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചും ചോദിക്കാം എന്നുള്ളതാണ് വസ്തുത. നിങ്ങൾക്ക് സിലബസിൽ കൊടുത്തിരിക്കുന്നതിൽ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് എടുത്തു പറഞ്ഞിരിക്കുന്ന INC, സ്വദേശി പ്രസ്ഥാനം, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ എടുത്തു പറഞ്ഞിട്ടുള്ളൂ. അതല്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. സ്വാതന്ത്ര്യ സമരമായിട്ട് ബന്ധപ്പെട്ടുള്ള കാലഗണന വളരെ പ്രധാനപ്പെട്ടതാണ്. സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഓരോ സംഭവങ്ങളെക്കുറിച്ചുള്ള കാലഗണനയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അതും ഞാൻ എടുത്തു പറയുന്ന ഒരു പ്രത്യേക കാര്യമാണ്. ഒരു പക്ഷേ നിങ്ങളുടെ ചോദ്യ പേപ്പറിലും അങ്ങനത്തെ ഒരു ചോദ്യം കണ്ടാൽ ഒട്ടും അത്ഭുതപ്പെടാനില്ല. സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ പല പ്രധാന സംഭവങ്ങളെയും ആ നടന്ന വർഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്രമപ്പെടുത്താനുള്ള ഒരു ചോദ്യം നിങ്ങൾക്ക് ഒരു 99% നിങ്ങൾക്ക് ഉറപ്പിച്ച് വെക്കാവുന്നതാണ്. ദെൻ ഇവിടെ 4 സ്റ്റാർ ടോപ്പിക്കുകളായിട്ട് പറയാനുള്ളത് പത്രങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പത്രങ്ങൾ, പിന്നെ ബ്രിട്ടീഷ് ആധിപത്യം, INC, സംസ്ഥാന പുനഃസംഘടന. ഇതാണ് 4 സ്റ്റാറിൽ പെടുത്താവുന്നത്. അപ്പോൾ മൊത്തം 11 ടോപ്പിക് ഉണ്ട്. അതിൽ 1, 2, 3, 4, 5, 6 ടോപ്പിക്കാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. പകുതിയോളം ടോപ്പിക്കുകൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഈ പറഞ്ഞത്. ദെൻ പിന്നെ പ്രാധാന്യം കൈവരുന്ന ഏരിയയാണ്. ഇതൊക്കെ കുറച്ചേ പഠിക്കാനുള്ളൂ. സ്വാതന്ത്ര്യ സമരകാലത്തെ പത്രങ്ങളാണ്. ഓക്കെ, ആ സാധനം പഠിക്കുക. ബ്രിട്ടീഷ് ആധിപത്യം, INC, ഇതൊക്കെ SCRT തന്നെയാണ് കൂടുതലും ചോദിക്കുന്നത്. SCRTയിലാകുമ്പോൾ INC വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അഡീഷണൽ കുറച്ച് കാര്യങ്ങളോട് ചേർത്ത് പഠിച്ചു വെക്കുക. അതേപോലെ ചെറിയ ടോപ്പിക്കാണ് സംസ്ഥാന പുനഃസംഘടന. അപ്പോൾ ഇവിടെ നിന്നൊക്കെ ചോദ്യങ്ങൾ വരുമ്പോൾ ആൻസർ ചെയ്യാൻ എളുപ്പമാണ്. അതുകൊണ്ട് നല്ല രീതിയിൽ പഠിച്ചു വെക്കുക, മാർക്ക് ഉറപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇനി ലോക ചരിത്രം നോക്കുകയാണെങ്കിൽ ഇവിടെ ഈ ബ്ലൂ പ്രിൻറ്റിന് വലിയൊരു പ്രാധാന്യമില്ല. കാരണം എന്താണ്? ലോക ചരിത്രത്തിൽ 7 ടോപ്പിക്കേ ഉള്ളൂ. ഒട്ടുമിക്ക ക്വസ്റ്റ്യൻ പേപ്പറുകളിലും മൊത്തം 12 ചോദ്യ പേപ്പറുകളായിട്ട് നിങ്ങൾ കണ്ടില്ലേ, എത്ര 19ഓളം ചോദ്യങ്ങളല്ലേ വന്നത്. അപ്പോൾ ഇത് ഏകദേശം അനുപാതം ഒരേപോലെ തന്നെയാണ്. ഇതിനിവിടെ ഒരു പ്രത്യേക ട്രെൻഡ് ഉള്ളതായിട്ട് നമുക്ക് ഒറ്റയടിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അവിടെ പക്ഷേ ഈ ഒരു സാധനം ഒട്ടുമിക്ക പരീക്ഷകളിലും വരുന്നുണ്ട്. ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ടോപ്പിക് അന്താരാഷ്ട്ര സംഘടനകൾ. UNOയും മറ്റ് അന്താരാഷ്ട്ര സംഘടനകളുണ്ടല്ലോ. ആ അന്താരാഷ്ട്ര സംഘടനകൾ, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ആസ്ഥാനങ്ങൾ ഒക്കെ ചേർത്തുകൊണ്ട്, അതേപോലെ തന്നെ അവിടെ നിന്നുള്ള കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളായിട്ടും വരാറുണ്ട്. അപ്പോൾ ഇതെന്ത് ചെയ്യുക? നന്നായിട്ട് പഠിക്കുക. പിന്നെ ഫ്രഞ്ച് വിപ്ലവം, അമേരിക്കൻ വിപ്ലവമാണ് 5 സ്റ്റാറിൽ പെടുത്താവുന്നത്. ഒരു ചോദ്യം അധികം എന്നൊക്കെയുള്ള വ്യത്യാസം ഇവിടെ വരുന്നുള്ളൂ. ദെൻ 4 സ്റ്റാറിൽ പെടുത്താവുന്നതാണ് ബാക്കിയുള്ള എല്ലാ ടോപ്പിക്കുകളും. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കാര്യം. ഓക്കെ, അതായത് ഇവിടെ ഏകദേശം ഒരുവിധ എല്ലാ ടോപ്പിക്കൊന്നും ഒരേപോലെ തന്നെയാണ് പ്രാതിനിധ്യം ലഭിക്കാറുള്ളതാണ് പല ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ. നിങ്ങൾക്കറിയാം, ഒരു ചോദ്യമൊക്കെ അല്ലേ വരുള്ളൂ ആകെ ചരിത്രത്തിൽ. മൊത്തം ചരിത്രത്തിൽ ലോക ചരിത്രം എന്ന് പറയുമ്പോൾ അത് ഒട്ടുമിക്ക ചോദ്യ പേപ്പറുകളിലും ഈ പറഞ്ഞ രീതിയിൽ മാറി മാറി വരും. ഒന്നിൽ ഫ്രഞ്ച് വിപ്ലവമാണെങ്കിൽ അടുത്തതിൽ അമേരിക്ക ആയിരിക്കും, അടുത്തതിൽ റഷ്യ ആയിരിക്കും. അങ്ങനെയൊക്കെ ഏകദേശം ഒരേപോലെയാണ് വരുന്നത്. അപ്പോൾ ആ എണ്ണം നോക്കുമ്പോഴും ആ ഒരു വലിയ വ്യത്യാസമില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളത് ഈ അന്താരാഷ്ട്ര സംഘടനകൾ, UNO, മറ്റ് സംഘടനകൾ, അതിന് നല്ല പ്രാധാന്യം കൊടുക്കുക. ഓക്കെ, ദെൻ പൊതുഭൂമിശാസ്ത്രത്തിൻ്റെ കാര്യം. പൊതുഭൂമിശാസ്ത്രം 15 ടോപ്പിക്കുകളുണ്ട്. അവിടെ വലിയ പ്രാധാന്യമുള്ളതാണ് ഈ ഒരു ബ്ലൂ പ്രിൻ്റ് എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, കാരണം ഇതിൽ 5 സ്റ്റാർ ടോപ്പിക്കായിട്ട് കണക്കാക്കുന്ന സാധനമാണ് ഒന്നാമത്തെ ടോപ്പിക്, ഭൂമിശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ. ഇതിൽ എന്താ പഠിക്കേണ്ടതെന്ന് പോലും പലർക്കും അറിയില്ല. അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ചോദ്യങ്ങൾ കിട്ടും. കാരണം ഇവിടെ നിന്ന് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും, ഒട്ടുമിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദ്യം വരുന്നുണ്ട്. അതിൽ തന്നെ വിഷുവത്തെക്കുറിച്ച്, സമ്മർ സോൾസ്റ്റിസ്, വിൻ്റർ സോൾസ്റ്റിസ് അറിയാലോ. അപ്പോൾ അതിനെക്കുറിച്ചോ, അല്ലെങ്കിൽ നമ്മൾ ഭൂമിയെക്കുറിച്ചുള്ള അടിസ്ഥാന വിവരങ്ങൾ, എന്തിൽ ഉൾപ്പെടുന്നു, അതിൻ്റെ ഷേപ്പ്, കാര്യങ്ങൾ, ഏത് ഗാലക്സി, അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലേ. പിന്നെ ദ്വീപ്, ഉപദ്വീപ്, അങ്ങനെയുള്ളതിൻ്റെ നിർവചനങ്ങൾ, പിന്നെ സാങ്കല്പിക രേഖകൾ, ഐസോബാർ, ഐസോനഫ്, അങ്ങനെയുള്ള ഐസോ അങ്ങനെയുള്ള രേഖകളുണ്ടല്ലോ. ഇതിനെക്കുറിച്ചൊക്കെയാണ് ഈ പറയുന്ന അടിസ്ഥാന തത്വങ്ങളിൽ ചോദ്യങ്ങൾ വരുന്നത്. അടിസ്ഥാന തത്വം എന്താണെന്നറിയാതെ എവിടെ നിന്ന് പഠിക്കുമെന്നറിയാതെ നിൽക്കുന്നവരുണ്ടാവും. പക്ഷേ ഈ കാര്യങ്ങൾ നോക്കി വെച്ചാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് മാർക്ക് കിട്ടിയേക്കാം.
ഓക്കെ. ദെൻ പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഇതൊരൊറ്റ ടോപ്പിക്കാണ് അടിസ്ഥാന തത്വങ്ങൾ. അതിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദ്യങ്ങൾ വരുന്ന ഏരിയ ഒന്ന് പരിചയപ്പെടുത്തുന്നതാണ് നിങ്ങൾക്ക്. ഓക്കെ. ദെൻ താപനിലയും ഋതുക്കളും ഒരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. കാറ്റ്, മർദ്ദവും കാറ്റും. ഇതാണ് ഈ 3 ടോപ്പിക്കുകളാണ് ഏറ്റവും 5 സ്റ്റാർ ടോപ്പിക് എന്ന് പറയാവുന്നത് പൊതുഭൂമിശാസ്ത്രത്തിൽ 15 ടോപ്പിക് ഉള്ളതിൽ. പിന്നെ 4 സ്റ്റാർ ടോപ്പിക്കായിട്ട് കണക്കാക്കാവുന്നതാണ് മാപ്പുകളും അടയാളങ്ങളും. ഓക്കെ, നമ്മുടെ മാപ്പുകൾ അതിലുള്ള ഓരോ അടയാളങ്ങളും എന്തിനെ സൂചിപ്പിക്കുന്നുള്ളതാണ്. അടയാളം വെച്ച് വരെ ചോദ്യം വന്നിട്ടുണ്ട്. നിറം മാത്രമല്ല, ഓരോ നിറങ്ങൾ മാത്രമല്ല, അടയാളങ്ങളും ചോദ്യങ്ങൾ അതേപോലെ പ്രിൻ്റ് ചെയ്തിട്ട് ചോദ്യം വന്നിട്ടുണ്ട്. പിന്നെ ഭൂമിയുടെ ഘടനയും അന്തരീക്ഷവും. ഈ ടോപ്പിക്കുകൾ നമുക്ക് ഇവിടെ 6 ടോപ്പിക്കുകൾ, 15 ടോപ്പിക്കുകളിൽ 6 ടോപ്പിക്കുകളാണ് ഞാൻ നിങ്ങളുടെ ഏറ്റവും എടുത്തു പറയുന്നത്. ഉറപ്പായിട്ടും മാർക്ക് ഉറപ്പിക്കാൻ പറ്റുന്നതാണ് ഭൂമിശാസ്ത്രം എന്നുള്ളത്, പൊതുഭൂമിശാസ്ത്രത്തിലത്. അടുത്തത് ഇന്ത്യൻ ഭൂമിശാസ്ത്രം. 12 ടോപ്പിക്കുകളാണ് മൊത്തം ഉള്ളത്. അതിൽ 5 സ്റ്റാർ ടോപ്പിക്കായിട്ട് കണക്കാക്കാവുന്നതാണ് സംസ്ഥാനങ്ങളും അവയുടെ സവിശേഷതകളും. ഒന്നാമതേ കൊടുത്തിരിക്കുന്ന ഹെഡിങ്ങില്ലേ, ഇത് നിങ്ങൾ ആരും പഠിച്ചിട്ടുണ്ടാവില്ല. കാരണം ഓരോ സംസ്ഥാനം എടുത്ത് ആരും പഠിക്കാൻ നിൽക്കാറില്ല ഇപ്പോൾ. കാരണം എന്താ, ഓരോ സംസ്ഥാനത്തിൻ്റെ രീതിയിൽ എന്നുള്ള രീതിയിലല്ല ഇപ്പോൾ ചോദ്യങ്ങൾ വരുന്നത്. ഇവിടെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് കിട്ടാനുള്ള ഒരു വഴി എന്ന് പറയുന്നത് CA കറണ്ട് അഫയേഴ്സ് ബേസ്ഡ് പഠനം നടത്തുക എന്നുള്ളതാണ്. സംസ്ഥാനങ്ങളെക്കുറിച്ചുള്ള ലേറ്റസ്റ്റ് കാര്യങ്ങളാണ് ഇവിടെ ചോദ്യങ്ങളായിട്ട് വരിക. ഓക്കെ, ആ രീതിയിലൊരു പഠനം നടത്തുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സംസ്ഥാനങ്ങൾ വരുന്ന രീതിയിൽ ഉത്തരം കറണ്ട് അഫയേഴ്സ് ടോപ്പിക്കുമാണ്. ഓക്കെ, ആ രീതിയിലുള്ളതും പിന്നെ അടിസ്ഥാന വിവരങ്ങൾ, മൊത്തത്തിലുള്ള സംസ്ഥാനങ്ങളിൽ വലിപ്പം കൂടിയത് വലിപ്പം കുറഞ്ഞത് അങ്ങനെയുള്ള അടിസ്ഥാന വിവരങ്ങൾ വെച്ചിട്ടുള്ള ചോദ്യങ്ങളും വരാറുണ്ട്. ഓക്കെ, ഇവിടെ ഉൽപ്പാദനം, അതായത് പല കാർഷിക വിളകളുടെയും ഉൽപ്പാദനത്തിൽ ആദ്യ സ്ഥാനങ്ങളിൽ നിൽക്കുന്ന ഏത് സംസ്ഥാനങ്ങളാണെന്നുള്ളത് അറിഞ്ഞു വെക്കുക. അതായത് ഇവിടെ മൊത്തത്തിൽ ഒരു കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടാണ് പൊതുവെ അടിസ്ഥാന വിവരങ്ങളെക്കുറിച്ചുള്ള ചോദ്യം വരുന്നത്. പക്ഷേ ഒട്ടുമിക്ക ചോദ്യപേപ്പറുകളിലും അടിസ്ഥാന വിവരങ്ങളെക്കുറിച്ചുള്ള അല്ലെങ്കിൽ സംസ്ഥാനങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ കടന്നു വരുന്നുണ്ട്. ഓക്കെ, പിന്നെ നദികൾ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. ഹിമാലയ നദികളും ഉപദ്വീപീയ നദികളും. ധാതുക്കൾ, വ്യവസായങ്ങൾ, ഇതാണ് 5 സ്റ്റാർ ടോപ്പിക്കുകളായിട്ട് കണക്കാക്കേണ്ടത്. ഓക്കെ, ധാതുക്കളും വ്യവസായങ്ങളും ഒരുമിച്ച് വരുന്ന ടോപ്പിക്കാണ്. അത് ഒറ്റ ടോപ്പിക്കാണ്, ധാതുക്കളും വ്യവസായങ്ങൾ എന്നുള്ളത്. ഓക്കെ, ഇനി 4 സ്റ്റാർ ടോപ്പിക്കിലാണ് ബാക്കിയുള്ള കൃഷി, പിന്നെ നമ്മുടെ ഭൂമിശാസ്ത്ര സവിശേഷതകളിൽ ഉത്തരപർവ്വത മേഖല, ഗതാഗത മാർഗ്ഗങ്ങൾ, പ്രത്യേകിച്ചും ജലഗതാഗതമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ജലപാതകളെക്കുറിച്ചാണ് കൂടുതലും ചോദ്യങ്ങൾ കടന്നു വരുന്നത്, നോക്കി വെക്കുക. ദെൻ കേരള ഭൂമിശാസ്ത്രം 9 ടോപ്പിക്കുകൾ, 9 ടോപ്പിക്ക് അതിൽ എഴുതി വെച്ചതും പക്ഷേ എഴുതി വെക്കാത്ത ഈ ഭൂപ്രകൃതി വിഭാഗം, അവിടെയും തുടങ്ങുന്നത് ജില്ലകൾ പ്രത്യേകതകൾ എന്നൊക്കെയല്ലേ. കേരളത്തിൻ്റെ ഭൂപ്രകൃതി എന്ന സിലബസിൽ കൊടുത്തിട്ടില്ല. മറ്റു പരീക്ഷകളുടെ സിലബസിലൊക്കെ അങ്ങനെ ഉണ്ട്, പക്ഷേ LDCയുടെ സിലബസിൽ അങ്ങനെ ഇല്ല. അപ്പം പക്ഷേ ഇവിടുന്ന് ചോദ്യം വരാറുണ്ട്. ഭൂപ്രകൃതി വിഭജനം, മലനാട്, ഇടനാട്, തീരപ്രദേശം, അതുമായി ബന്ധപ്പെട്ട് ചോദ്യം വരും. അത് ഹോട്ട് ടോപ്പിക്ക് കൂടിയാണ്, 5 സ്റ്റാർ ടോപ്പിക്കിൽ പെടുത്താവുന്നതാണ്. സിലബസിൽ പ്രത്യക്ഷത്തിലില്ലാത്ത, എഴുതി വെച്ചിട്ടില്ലാത്തതാണ്, പക്ഷേ എന്താണ് 5 സ്റ്റാർ ടോപ്പിക്കാണ്. ദെൻ 4 സ്റ്റാർ ടോപ്പിക്കിൽ വരുന്നതാണ് നദികൾ, കേരളത്തിലെ നദികൾ, അതേപോലെ തന്നെ കേരളത്തിലെ ഗതാഗതം, പ്രത്യേകിച്ചും ആ ജലപാതയിൽ കേരളത്തിലൂടെയുള്ള ജലപാത ഉണ്ടല്ലോ, അതാണ് കൂടുതലും ഇവിടെ ചോദ്യമായിട്ട് കടന്നു വരിക. ഇനി എക്കണോമിക്സിൻ്റെ കാര്യം. എക്കണോമിക്സിൽ 9 ടോപ്പിക്കുകളാണ് നിങ്ങൾക്ക് സിലബസിൽ എഴുതി വെച്ചിരിക്കുന്നത്. അതിൽ 5 സ്റ്റാർ ടോപ്പിക്കിൽ വരുന്നതാണ് സാമ്പത്തിക രംഗം, ഇന്ത്യ സാമ്പത്തിക രംഗം, അങ്ങനെ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ നിങ്ങൾ എന്താ പഠിച്ചിട്ടുണ്ടാവുക? നിങ്ങൾ പലതും പഠിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ ആരും ഒന്നും പഠിച്ചിട്ടുണ്ടാവില്ല. സാമ്പത്തിക രംഗം അത് വെറുതെ എഴുതി വെച്ചാണ് ബാക്കിയുള്ള ഹെഡിങ്ങുകൾ നോക്കിയിട്ട് ഓരോന്നും പഠിച്ചിട്ടുണ്ടാവും. പ്ലാനിംഗ് കമ്മീഷൻ, നീതി ആയോഗ് എന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇവിടെ ഞാൻ നിങ്ങളോട് അറിയുന്ന ആൾക്കാർക്ക് അറിയാം, സാമ്പത്തിക രംഗമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കേണ്ട കുറേ SCERT ചാപ്റ്ററുകളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അവിടെ നിന്ന് തന്നെയാണ് ഇവിടെയുള്ള ചോദ്യങ്ങൾ വരിക. അതിലൊന്നാണ് GST. ഓക്കെ, നികുതികൾ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു സിലബസിൽ ഒരു ഏരിയ കൊടുത്തിട്ടില്ല, പക്ഷേ നികുതികളെക്കുറിച്ചുള്ള ചോദ്യം ചോദിക്കാറുണ്ട്. അതേപോലെ ദാദാഭായ് നവറോജി ഒരു പ്രധാന ആളാണ്. ഓക്കെ, ദാദാഭായ് നവറോജി പ്രത്യേകിച്ചും മറ്റ് ശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ശാസ്ത്രജ്ഞരും ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ നവറോജി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെൻസസ് വിവരങ്ങൾ, ദേശീയ വരുമാനമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ ഈ സാമ്പത്തിക രംഗവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളായി കടന്നു വരുന്നുണ്ട്. ഇതൊരു ഹോട്ട് ടോപ്പിക്കാണ്. ഓക്കെ, പിന്നെ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചാൽ എളുപ്പത്തിൽ പഠിക്കാവുന്ന ഒരു ടോപ്പിക്കാണ് ധനകാര്യ സ്ഥാപനങ്ങൾ. നിങ്ങളുടെ പരീക്ഷയിലും ഉറപ്പായിട്ടും എക്കണോമിക്സിൽ ഒരു ചോദ്യം ഉറപ്പിക്കാവുന്ന ഏരിയയാണ് ഈ ധനകാര്യ സ്ഥാപനങ്ങൾ, ബാങ്കിങ്ങും കാര്യങ്ങളൊക്കെ. ഓക്കെ, പിന്നെ പഞ്ചവത്സര പദ്ധതികൾ. ഈ 3 ടോപ്പിക്കുകളാണ് 5 സ്റ്റാർ ടോപ്പിക്ക് ഇവിടെ. ദെൻ 4 സ്റ്റാർ ടോപ്പിക്കുകളാണ് ബാക്കിയുള്ളത്. നവ സാമ്പത്തിക പരിഷ്കാരങ്ങളും, ധാതുക്കൾ, ഹരിത വിപ്ലവം, നീതി ആയോഗ്, ഇതൊക്കെ എന്താണ് 4 സ്റ്റാർ ടോപ്പിക്കുകളിൽ വരുന്നതാണ്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ടോപ്പിക് ഇതാണ്. അതിനുശേഷം പ്രാധാന്യം കൊടുക്കേണ്ട ടോപ്പിക്കുകളാണ് ഇവ എന്നുള്ളത് മനസ്സിലാക്കുക. ആ രീതിയിൽ ഒന്ന് റിവിഷൻ പ്ലാൻ ചെയ്യുക. നമ്മുടെ ബ്ലൂ പ്രിൻ്റ് ബേസ് ചെയ്തിട്ടുള്ള ഒരു റിവിഷൻ പ്ലാൻ നമ്മൾ എൻട്രിയിൽ തന്നെ ഒരുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കിട്ടുന്ന രീതിയിൽ എൻട്രിയിൽ തന്നെ അങ്ങനെ ഒരു റിവിഷൻ പ്ലാൻ നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ ഭരണഘടന 11 ടോപ്പിക്കുകൾ, 11+ ഇടാൻ കാരണം എഴുതി വെച്ച 11 ടോപ്പിക്കുകൾ കൂടാതെ പലതിനെക്കുറിച്ചും ഭരണഘടനയിൽ ചോദ്യങ്ങൾ വരാറുണ്ട്.
ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും കടം കൊണ്ട ആശയങ്ങളെക്കുറിച്ചും ഒക്കെ ചോദിക്കുന്നുണ്ട് അല്ലേ. പിന്നെ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാറുണ്ട്, കേസുകളും കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ആ ഒരു സാധനത്തിൽ തന്നത് കൂടാതെയുള്ള വേറെയും ടോപ്പിക്കുകൾ അവിടെ പഠിക്കാനുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകളായിട്ട് കരുതേണ്ടത് 5 സ്റ്റാർ ടോപ്പിക്കുകൾ. മൗലികാവകാശം ഒരു ചോദ്യം ഉറപ്പിക്കാം, ഗവൺമെൻറ്റിൻ്റെ ഘടകങ്ങളും ലിസ്റ്റുകളും, ഇത് മൂന്നുമാണ് ഈ മൊത്തമുള്ള 11 ടോപ്പിക്കുകളിൽ എഴുതി വെച്ച ടോപ്പിക്കുകളിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകൾ ഇതാണ്. മൗലികാവകാശം, ഗവൺമെൻറ്റിൻ്റെ ഘടകങ്ങൾ, ലിസ്റ്റുകൾ. ഓക്കെ, ലിസ്റ്റുകൾ ഫെഡറലിസം എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് അറിഞ്ഞ് തന്നെ പഠിക്കുക, അല്ലാതെ ഓരോ ലിസ്റ്റിലും ഉൾപ്പെട്ട കാര്യങ്ങൾ മാത്രമല്ല ആ ഫെഡറലിസം അല്ലേ, അങ്ങനെ തന്നെ ആ ഒരു വിഭാഗം അത് അങ്ങനെ തന്നെ മനസ്സിലാക്കുക. അതോടൊപ്പം ലിസ്റ്റുകളിൽ വരുന്ന ഏതൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കുക. 4 സ്റ്റാർ ടോപ്പിക്കിൽ വരുന്നതാണ് ബാക്കിയുള്ള ഭരണഘടനാ നിർമ്മാണ സമിതി, മാർഗനിർദ്ദേശക തത്വങ്ങൾ, ഭേദഗതികൾ. ഓക്കെ, 11 ടോപ്പിക്കിൽ ഉള്ളതിൽ 3 ഇവിടെയും 3 ഇവിടെ 6 ടോപ്പിക്കുകളാണ് ഞാൻ ഏറ്റവും പ്രധാനം എന്നുള്ള രീതിയിലെടുത്ത് തന്നിരിക്കുന്നത്. ഓക്കെ, യെസ്. ഇനി സിലബസിൽ ഇല്ലാത്ത ശ്രദ്ധിക്കേണ്ട കുറച്ച് ഏരിയ ഉണ്ട് ഭരണഘടനയിൽ. ഞാൻ നേരത്തെ പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ ആ പ്ലസ് ഇട്ട അവിടെ. ഓക്കെ, ഇവിടെ ഭരണഘടന കടം കൊണ്ട ആശയങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്, പഠിച്ചു വെക്കുക. പിന്നെ തിരഞ്ഞെടുപ്പും ജനാധിപത്യവും എന്നുള്ളൊരു ചാപ്റ്റർ കൊടുത്തിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് നിങ്ങളുടെ സിലബസിൽ പ്രത്യേകമായിട്ട് എവിടെയും പറഞ്ഞിട്ടില്ല, ഭരണഘടനയുടെ സിലബസ് പറഞ്ഞിട്ടില്ല, പക്ഷേ ഉറപ്പായിട്ടും ചോദ്യം വരും, നോക്കിക്കോ, നിങ്ങൾക്കും വരും. ഓക്കെ, ഇനി കേരള ഭരണ സംവിധാനം 12 ടോപ്പിക്കുകളാണ് നിങ്ങളുടെ സിലബസിൽ എഴുതി വെച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും ഹോട്ട് ടോപ്പിക് എന്ന് പറയുന്ന ഏറ്റവും അവസാനം കൊടുത്തിരിക്കുന്ന സാമൂഹ്യ ക്ഷേമവും സാമൂഹിക സുരക്ഷിതത്വവും എന്നുള്ള ആ ഒരു ടോപ്പിക് ഉണ്ടല്ലോ, അവിടെ നിന്ന് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദ്യം വരും. അതായത് ഒന്നുകിൽ കേരളത്തിലെ ഏതെങ്കിലും ഇതിനെ വരുന്നതാണ് ഇത്, കേരളത്തിലെ പദ്ധതികളെക്കുറിച്ചോ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് കുടുംബശ്രീ ഒന്നും സിലബസിലുള്ള ഇതെന്താ ചോദ്യം ആയിരിക്കും. സാമൂഹ്യക്ഷേമ പദ്ധതി എന്നുള്ള രീതിയിൽ അതിൻ്റെ ഒരു തുടക്കം എന്നുള്ള രീതിയിൽ കുടുംബശ്രീനെ കുറിച്ചൊക്കെയുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. ആ രീതിയിൽ ഇതിനെ നോക്കി വെക്കണം. പിന്നെ സംസ്ഥാന സിവിൽ സർവീസ് ഏറ്റവും ഹോട്ട് ടോപ്പിക്കിലൊന്നാണ് സിലബസിൽ ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന. പിന്നെ ഭരണഘടനാ സ്ഥാപനങ്ങൾ, ദുരന്ത നിവാരണം. ഇതാണ് ഈ 12 ഹോട്ട് ടോപ്പിക്കുകളിൽ 12 ടോപ്പിക്ക് മൊത്തം ഉള്ളതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എന്ന് പറയുന്നത് ഇതാണ്. സാമൂഹ്യക്ഷേമം, സംസ്ഥാന സിവിൽ സർവീസ്, ഭരണഘടനാ സ്ഥാപനങ്ങൾ, ദുരന്ത നിവാരണം. ഈ 4 ടോപ്പിക്കുകൾ ഏറ്റവും പ്രാധാന്യം കൊടുത്ത് പഠിച്ചു വെക്കുക കേട്ടോ. അടുത്ത പ്രാധാന്യം കൈവരുന്ന ടോപ്പിക്കുകളാണ് തണ്ണീർത്തട സംരക്ഷണം, കമ്മീഷനുകൾ. 12 ടോപ്പിക്കിൽ ഇപ്പോൾ 1, 2, 3, 4, 5, 6 ടോപ്പിക്കുകളാണ് പറഞ്ഞത്. 4 ടോപ്പിക്കുകൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, അതിൻ്റെ തൊട്ട് താഴെ പ്രാധാന്യമുള്ളതാണ്. ബാക്കിയുള്ളത് 2 പിന്നെ ബാക്കിയുള്ള 6 ടോപ്പിക്കുകൾ വേറെ കിടക്കുന്നുണ്ട്. ഓക്കെ, യെസ്. അപ്പം ഈ ഒരു രീതിയിൽ എന്തിനെ അപ്രോച്ച് ചെയ്യുക, കേരള ഭരണ സംവിധാനത്തെ അപ്രോച്ച് ചെയ്യുക. ഇനി ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും, ഇവിടെ ബ്ലൂ പ്രിൻറ്റിൽ വലിയ പ്രാധാന്യമില്ല. കാരണം എന്താ, പ്രാധാന്യമുണ്ട് ഒരു രീതിയിൽ നോക്കുമ്പോൾ. എന്താ സംഭവം എന്ന് പറഞ്ഞാൽ 7 ടോപ്പിക്കേ ഉള്ളൂ. എല്ലാ ടോപ്പിക്കൊന്നും ചോദ്യം ഉണ്ടാവും, കാരണം 6 മാർക്കല്ലേ ഉള്ളത്. അപ്പോൾ ഒട്ടുമിക്ക ചോദ്യപേപ്പർ അത് കൂടിയിട്ടുണ്ട്. നിങ്ങൾ നേരത്തെ കണ്ടില്ലേ, 12 പരീക്ഷകളിൽ 78 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒട്ടുമിക്ക പരീക്ഷകളിലും എല്ലാ ടോപ്പിക്കിൽ നിന്നും ഓരോ ചോദ്യങ്ങൾ വിധം ഉണ്ടാവും. ചില പരീക്ഷകളിൽ അത് ചില ടോപ്പിക്കിൽ നിന്ന് കൂടുതലായിട്ടും ചില ടോപ്പിക്ക് അവഗണിക്കുന്ന രീതിയിലും പോകും. അപ്പോൾ മൊത്തം വിശകലനം ചെയ്യുകയാണെങ്കിൽ അവിടെ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ള ടോപ്പിക്ക് എന്ത് തന്നെയാണ്, ഹ്യൂമൻ ബോഡിയാണ്. ഓക്കെ, ഞാനിവിടെ ഒരു കടന്നുള്ള ഒരു സംസാരത്തിന് നിൽക്കുകയാണ്, ഒരു സാധ്യതയ്ക്ക് അങ്ങ് പറയുകയാണ്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഹ്യൂമൻ ബോഡിയായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യം 99% അത് രക്തത്തെക്കുറിച്ചാവാനുള്ളൊരു സാധ്യത എനിക്ക് തോന്നുന്നുണ്ട്. ഒരു പക്ഷേ അത് ഇത്തവണ ശരിയായേക്കാം. രക്തം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കായിട്ട് വരാൻ സാധ്യതയുണ്ട്. ഹ്യൂമൻ ബോഡി ഒരു ചോദ്യം നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റും, നന്നായിട്ട് പഠിക്കുക. പിന്നെ ഗ്രന്ഥികൾക്കാണ് പ്രാധാന്യം. ഹ്യൂമൻ ബോഡി നിങ്ങൾക്കറിയാം, അത് തന്നെ എത്രയോ കാര്യങ്ങൾ പഠിക്കാനുണ്ട്, എത്ര വ്യവസ്ഥകൾ, എത്ര അതിൻ്റെ ഭാഗമായിട്ടുള്ള എത്ര അവയവങ്ങൾ പഠിക്കാനുണ്ട് അല്ലേ. അതിൽ രക്തം പഠിക്കുക, ഗ്രന്ഥികളും ഹോർമോണുകളും പഠിക്കുക, കണ്ണ്, കോശം, തലച്ചോറ്. ഇത് നിങ്ങൾ ഏറ്റവും പ്രാധാന്യം ഉൾക്കൊണ്ട് റിവൈസ് ചെയ്തോ. ഇത് ചെയ്യാതെ പോവരുത്, പണി കിട്ടും. ഓക്കെ, യെസ്. ഇനി അത് കഴിഞ്ഞാൽ പിന്നെ ഹ്യൂമൻ ബോഡി കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് രോഗങ്ങളും രോഗകാരികളും. അവിടെ സാംക്രമിക രോഗങ്ങളും രോഗകാരികളും എന്നുള്ളതാണ് നിങ്ങളുടെ സിലബസ്. പക്ഷേ സാംക്രമിക രോഗങ്ങളെക്കുറിച്ച് മാത്രമല്ല, ജനിതക രോഗങ്ങളും ജീവിതശൈലി രോഗങ്ങൾ വേറെ ടോപ്പിക്കായിട്ടുണ്ട്. അതല്ലാതെ നമ്മുടെ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള, നമ്മുടെ ജോലി സംബന്ധമായിട്ടുള്ള തൊഴിൽജന്യ രോഗങ്ങൾ എന്ന് പറയും, അങ്ങനെയുള്ള രോഗങ്ങളും പകരാത്ത രോഗങ്ങളെക്കുറിച്ചൊക്കെ പഠിച്ചു വെക്കണം. ആ രീതിയിൽ ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ രോഗങ്ങളും രോഗകാരികളും.
പിന്നെ ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ അവസാനം ഒരു രക്ഷയില്ലാത്ത ആളുകളാണെങ്കിൽ ഈ പറയുന്ന സാംക്രമിക രോഗങ്ങൾ, ബാക്ടീരിയ, വൈറസ്, ഫംഗസ്, പ്രോട്ടോസോവ, അത് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു വെക്കുക. പിന്നെ ആരോഗ്യ വിജ്ഞാനം ഒരു 5 സ്റ്റാർ ടോപ്പിക്കാണ്. അതിൽ തന്നെ കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് ആരോഗ്യ വിജ്ഞാനത്തിൽ സ്കൂൾ പാഠപുസ്തകത്തിലെ ജനിതക ശാസ്ത്രമായിട്ട് ബന്ധപ്പെട്ടുള്ള ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്ററിൽ നിന്നാണ് കൂടുതലും ചോദ്യങ്ങൾ വരുന്നത്. ജനിതക ശാസ്ത്രമായിട്ട് ബന്ധപ്പെട്ട് 10ാം ക്ലാസ്സിൽ 6ാമത്തെയും 7ാമത്തെയും ചാപ്റ്റർ നന്നായിട്ട് നോക്കുക. പിന്നെ ആരോഗ്യ വിജ്ഞാനത്തിൽ ചോദ്യം വരുന്നത് ദഹന വ്യവസ്ഥയെക്കുറിച്ചാണ്. ദഹനമായിട്ട് ബന്ധപ്പെട്ട് പല്ല്, എൻസൈമുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചോദ്യങ്ങൾ വരാം. ഓക്കെ. പിന്നെ ഹോട്ട് ടോപ്പിക് ഏതാണ്? പരിസ്ഥിതിയാണ്. അപ്പോൾ 5 സ്റ്റാർ ടോപ്പിക് എന്ന് പറയുന്നത് ഹ്യൂമൻ ബോഡിയും പിന്നെ രോഗങ്ങളും ആരോഗ്യ വിജ്ഞാനവും പരിസ്ഥിതിയും. ബാക്കി എല്ലാ ടോപ്പിക്കുകളും 4 സ്റ്റാർ ടോപ്പിക്കിൽ കിടക്കും. കാരണം ഇവിടെ അവഗണിക്കാവുന്ന ടോപ്പിക്കിൽ 7 ടോപ്പിക്കേ ഉള്ളൂ, ബാക്കിയുള്ള ചോദ്യങ്ങൾ വരും. പക്ഷേ കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് പൊതുവേ ഈ ടോപ്പിക്കിൽ നിന്നാണ്. പിന്നെ ജീവകങ്ങളും ധാതുക്കളും എന്നുള്ളൊരു ടോപ്പിക്കുണ്ട്. പിന്നെ ആരോഗ്യക്ഷേമ പദ്ധതികളുണ്ട്. പിന്നെ ജീവിതശൈലി രോഗങ്ങളുണ്ട്. ജീവിതശൈലി രോഗങ്ങൾ ചെറിയ ടോപ്പിക്കാണ്, എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും, മാർക്ക് അവിടെ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ നമുക്ക് കിട്ടും. കാരണം കുറച്ച് പഠിച്ചാൽ തന്നെ മാർക്ക് ഉറപ്പിക്കാൻ പറ്റും. ഓക്കെ. അതിൻ്റെയൊക്കെ ക്ലാസ്സുകൾ നമ്മൾ ഇപ്പോൾ അടുത്ത് യൂട്യൂബിൽ തന്നെ ഇട്ടിട്ടുണ്ട്. ഈ ഒരു CPO എക്സാമിന് ടൈമിൽ ഇട്ടിട്ടുണ്ട്. ജീവിതശൈലി രോഗങ്ങളുടെ ഒരു ക്ലാസ് ഞാൻ ചെയ്തത് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. ആ സാധനം പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് അവിടെ നിന്നുള്ള ചോദ്യം കിട്ടും. പരീക്ഷയിൽ വന്നതും അവിടെ തന്നെയാണ്, അതിനുശേഷമുള്ള പരീക്ഷയിലും അവിടെ നിന്നുള്ള ചോദ്യം തന്നെയാണ് വന്നത്. ഓക്കെ. ആ രീതിയിൽ ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും നോക്കുക. പിന്നെ ഭൗതിക ശാസ്ത്രമാണ്. ഇവിടെ നിങ്ങൾക്ക് 8 മൊഡ്യൂളുകളുണ്ട്. ആ ഓരോ മൊഡ്യൂളിലും ഒന്നിൽ കൂടുതൽ ടോപ്പിക്കുകളുണ്ട്. അങ്ങനെ 25-ൽ പരം ടോപ്പിക്കുകൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആ 25-ൽ പരം ടോപ്പിക്കുള്ളതിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ടോപ്പിക്ക് മാത്രം ഞാനൊന്ന് പറയുകയാണേ. ഇതൊരു ശ്രമമാണ്. 5 സ്റ്റാർ ടോപ്പിക്കിൽ ഉറപ്പായിട്ടും ആകെ 4 മാർക്കല്ലേ, 3 മാർക്കല്ലേ സിലബസ് പ്രകാരം പറഞ്ഞിരിക്കുന്നത്. ചോദ്യങ്ങൾ വരുന്ന ഒരു 4 മാർക്കിനല്ലേ. നിങ്ങൾ നോക്കിക്കോ, പ്രകാശം ചോദ്യം ഉണ്ടാവാൻ 99% സാധ്യത ഞാൻ വീണ്ടും പറയുകയാണ്. ഓക്കെ. R=2F അല്ലെങ്കിൽ അൾട്രാ വയലറ്റ്, ഇതിനൊക്കെയാണ് കൂടുതൽ സാധ്യത എനിക്ക് തോന്നുന്നത്. ഉറപ്പായിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. ഓക്കെ. പിന്നെ ചലനം, മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ചലനം. പിന്നെ ആ ചലനവുമായിട്ട് ബന്ധപ്പെട്ട തന്നെ മൊഡ്യൂൾ തന്നെയാണ്. ആ ഒരു മൊഡ്യൂളിൽ തന്നെയാണ് എന്ത് കൊടുത്തിരിക്കുന്നത്? ISRO കൊടുത്തിരിക്കുന്നത്. ISROയെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെറിയ ക്ലാസ്സിലൊരു ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്ററും പഠിക്കുക, ISROയുടെ കറണ്ട് അഫേഴ്സും പഠിക്കുക. അപ്പോൾ കറണ്ട് അഫേഴ്സിൽ ഒരു ചോദ്യം കിട്ടും, ഇവിടെ ഒരു ചോദ്യം കിട്ടും. ഒന്നുമില്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ചോദ്യം ഉറപ്പായിട്ടും കിട്ടിയിരിക്കും. കറണ്ട് അഫേഴ്സ് എന്തായാലും സാധ്യതയുള്ളതാണ്. പിന്നെ ഗുരുത്വാകർഷണം വളരെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. ജിയുടെ മൂല്യത്തിൻ്റെ വ്യത്യാസവും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ചോദ്യം നല്ല സാധ്യതയുള്ളൊരു ഏരിയയാണ്. 5 സ്റ്റാർ ടോപ്പിക്കിൽ വരുന്ന ഇതാണ്. ഓക്കെ. 8 മൊഡ്യൂളുകളിലായിട്ട് 25-ൽ പരം ടോപ്പിക് ഉണ്ടേ. ഞാൻ ആകെ 4 ടോപ്പിക്ക് ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. ഇനി 4 സ്റ്റാർ ടോപ്പിക്കിൽ ബലവും താപനിലയും. ബലം, പ്രകൃതിയിലെ ബലങ്ങൾ, പ്രത്യേകിച്ചും ദ്രവബലങ്ങളെക്കുറിച്ചോ ഘർഷണ ബലത്തെക്കുറിച്ചോ ആണ് ചോദ്യത്തിൻ്റെ സാധ്യത കൂടുതലും കിടക്കുന്നത്. ഓക്കെ. പിന്നെ താപനില, താപവും താപനിലയും, അവിടെ സെൽഷ്യസ് നിന്ന് കെൽവിനിലേക്കുള്ള കൺവേർഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. പിന്നെ താപപ്രസരണ രീതികൾ, അങ്ങനെയുള്ള ചോദ്യങ്ങൾക്കൊക്കെ നല്ലൊരു സാധ്യതയുണ്ട് അവിടെ. അത് നോക്കി വെക്കുക. അത്രയേ ഞാൻ ഫിസിക്സിൽ പറഞ്ഞിട്ടുള്ളൂ. ഇത്രയും ടോപ്പിക്കുകളുണ്ട്, പക്ഷേ 4 മാർക്കിനുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും കുറച്ച് ഏരിയകൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു പക്ഷേ ഇവിടെ നിന്ന് തന്നെ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. രസതന്ത്രം, കെമിസ്ട്രി, 3 മൊഡ്യൂളുകളിലായിട്ട് 22 ടോപ്പിക്കുകൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 3 മൊഡ്യൂളാണ്. അതിൽ ഏറ്റവും സാധ്യതയുള്ള 5 സ്റ്റാർ മൊഡ്യൂൾ എന്ന് പറയാവുന്നത് മൊഡ്യൂൾ 2 ആണ്. 3 മൊഡ്യൂളില്ലേ, അതിൽ മൊഡ്യൂൾ 2-നാണ് ഏറ്റവും കൂടുതൽ സാധ്യത. അതുതന്നെ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരാൻ സാധ്യത ആവർത്തന പട്ടികയാണ്. ഓർപ്പിക്കാം, ആവർത്തന പട്ടിക, അതിലുള്ള ക്രമാവർത്തന പ്രവണതകൾ, അതേക്കുറിച്ചുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ശാസ്ത്രജ്ഞന്മാർ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു മാർക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റും. ആവർത്തന പട്ടികയെക്കുറിച്ച് അതിലെന്ത് കാര്യങ്ങളും, ഷെല്ല്, സബ് ഷെല്ല്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവിടെ നിന്ന് ഒരു മാർക്കിന് ഏറ്റവും സാധ്യതയുണ്ട് ഈ മൊഡ്യൂൾ 2-ൽ. ഓക്കെ. ആകെ 3 മാർക്കേ ഉള്ളൂ, പക്ഷേ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. അത് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ നല്ല സാധ്യതയുണ്ട്. പിന്നെ ലായനികൾ, ഓക്കെ, അതും ഹോട്ട് ടോപ്പിക്കാണ്. ആവർത്തന പട്ടികയും ലായനികളും ഈ മൊഡ്യൂൾ 2-ലെ ഹോട്ട് ടോപ്പിക്കുകളാണ്. മൊഡ്യൂൾ 2-ആണ് 3 മൊഡ്യൂളുകളിൽ ഏറ്റവും പ്രധാനം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ് ഈ എടുത്തു പറഞ്ഞിരിക്കുന്നത് ഞാൻ. പിന്നെ 4 സ്റ്റാർ മൊഡ്യൂൾ എന്ന് പറയുന്നതാണ് മൊഡ്യൂൾ 2. ഓക്കെ. ആ മൊഡ്യൂൾ 2-ൽ രൂപാന്തരത്വം എന്നൊരു സംഭവമുണ്ട്. രൂപാന്തരത്തെക്കുറിച്ചുള്ള ചോദ്യം അത് ഒട്ടുമിക്ക ചോദ്യപേപ്പറുകളിലും വജ്രത്തെക്കുറിച്ചാണ് ഉണ്ടാവുന്നത്. അത് നിങ്ങൾക്ക് മാത്രം എൻ്റെ ആവർത്തിച്ചാൽ അത്ഭുതപ്പെടാനില്ല. കാർബണിൻ്റെ രൂപാന്തരങ്ങളെക്കുറിച്ചുള്ളൊരു ചോദ്യം വരാൻ ഏറ്റവും സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും വജ്രത്തെക്കുറിച്ചാവാം, അല്ലെങ്കിൽ മറ്റ് രൂപാന്തരങ്ങളെക്കുറിച്ചാവാം, അല്ലെങ്കിൽ എല്ലാം കൂടെ ചേർത്ത് കൊണ്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യമാവാം. വാതക നിയമങ്ങൾ ഈ മൊഡ്യൂൾ 2-ൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഏരിയയാണ് വാതക നിയമങ്ങൾ. പിന്നെ pH മൂല്യം, ആസിഡും ആൽക്കലിയും. ഓക്കെ. pH മൂല്യം, ഓരോന്നിൻ്റെയും pH മൂല്യങ്ങൾ, പിന്നെ ആസിഡ്, ആൽക്കലി എന്നുള്ള വേർതിരിവ്, ഓരോന്നിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ. അവിടെ നല്ലൊരു സാധ്യതയുള്ള ചോദ്യമാണ് ഈ ആംഫോട്രിക്
പദാർത്ഥങ്ങൾ. എന്താണ് ആംഫോട്രിക് എന്നുള്ളത് അല്ലെ, ആസിഡിൻ്റെയും ആൽക്കലിയുടെയും സ്വഭാവം കാണിക്കുന്ന എന്നുള്ള രീതിയിൽ പഠിക്കുന്നില്ലേ. അപ്പം അതിനുള്ള ഉദാഹരണങ്ങളൊക്കെ വെച്ചൊരു ചോദ്യം ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവാൻ നല്ല സാധ്യതയുണ്ട്. ഓക്കെ, ദെൻ കല, കായികം, സാഹിത്യം, സംസ്കാരം. അവിടെ മൊത്തം 5 മാർക്കാണ് അല്ലേ. അവിടെ 28-ൽ പരം ടോപ്പിക്കുകളുണ്ട്. 28-ൽ പരം പഠിക്കാൻ എല്ലാവർക്കും ബുദ്ധിമുട്ടില്ല. എന്താ പഠിക്കുക, എത്ര പഠിക്കാനുണ്ടെന്ന് വിചാരിച്ച് നിൽക്കുന്നതാണ്. അതിൽ ഇതെങ്കിലും ഒരു ഫൈനൽ റിവിഷൻ നടത്തിയാൽ നിങ്ങൾക്ക് കുറേ മാർക്കുകൾ അതിൽ നേടിയെടുക്കാൻ പറ്റും. 5 സ്റ്റാർ ടോപ്പിക്കിൽ വരുന്നതാണ് ഒന്ന് സിനിമയെക്കുറിച്ചുള്ള ചോദ്യത്തിന് നല്ല സാധ്യതയുണ്ട്. പിന്നെ സാഹിത്യ അവാർഡുകൾ എന്നുള്ള ഒരു ഏരിയ എന്നുള്ള ചോദ്യങ്ങൾ. പിന്നെ പ്രധാന കൃതികളും കർത്താക്കളും, ഏതെങ്കിലുമൊക്കെ കൃതി അതിൻ്റെ കർത്താവാര് എന്നുള്ള രീതിയിൽ ചോദിക്കാം. പിന്നെ കായിക താരങ്ങൾ, ഇന്ത്യയിലെയും കേരളത്തിലെയും പ്രധാന കായിക താരങ്ങളെക്കുറിച്ചുള്ള ചോദ്യം. പാരാലിമ്പിക്സ്, ഇത് കലയും കായികവും സാഹിത്യവും സംസ്കാരവും എല്ലാം കൂടെ എടുത്തിട്ട് അതിൽ നിന്നുള്ള ഏറ്റവും ഹോട്ട് ടോപ്പിക്കുകൾ ഇതാണ് വരുന്നത്. സാഹിത്യവും കായികവുമാണ് തന്നെ കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് നമ്മൾ പറഞ്ഞില്ലേ. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. പ്രത്യേകിച്ച് നോക്കി വെച്ചോ, പാരാലിമ്പിക്സ് ഒളിമ്പിക്സിനേക്കാളും മറ്റുള്ള നേട്ടങ്ങളെക്കാളും ഏറ്റവും കൂടുതൽ ചോദ്യ സാധ്യതയുള്ള ഏരിയയാണ് പാരാലിമ്പിക്സ്. ഓക്കെ, നല്ല രീതിയിൽ പഠിക്കുക. ഇനി 4 സ്റ്റാർ ടോപ്പിക്കുകൾ, ഇന്ത്യക്കാരുടെ നേട്ടങ്ങൾ അതിൽ പ്രത്യേകിച്ചും പഠിച്ചു വെക്കുക കേട്ടോ. ചോദ്യം ഉറപ്പിക്കട്ടോ നിങ്ങൾക്ക്. ഓക്കെ, ദെൻ 4 സ്റ്റാർ ടോപ്പിക്കുകളാണ് കായിക മേഖലയിലെ അവാർഡുകൾ. പിന്നെ തൂലികാനാമങ്ങളും അപരനാമങ്ങളും, ചെറിയ ഏരിയ ആണ്. പിന്നെ കഥാപാത്രങ്ങൾ, പ്രധാന കഥാപാത്രങ്ങളുടെ പേര് പറഞ്ഞിട്ട് ഏത് കൃതിയിലെ അല്ലെങ്കിൽ ആരുടെ കഥാപാത്രമാണെന്നുള്ള രീതിയിൽ ചോദ്യം വരാം. പിന്നെ കലയിൽ ആകെ ഒരു ടോപ്പിക്കേ ഞാൻ നിങ്ങളോട് പറയുന്നുള്ളൂ, സംസ്കാരത്തിൽ ഒരു ടോപ്പിക്കേ പറയുന്നുള്ളൂ, വള്ളംകളി. ഓക്കെ, ആഘോഷങ്ങളിൽ വള്ളംകളിയെക്കുറിച്ച് നല്ല സാധ്യതയുണ്ട്. പിന്നെ ജ്ഞാനപീഠം, ജ്ഞാനപീഠം നേടിയ മലയാളികൾ. അപ്പോൾ ഇതൊക്കെയാണ് 4 സ്റ്റാർ ടോപ്പിക്കിൽ വരുന്നത്. ഇവിടെ 5 സ്റ്റാറും 4 സ്റ്റാറും പിന്നെ 2 സ്റ്റാർ 1 സ്റ്റാർ എന്ന് പറഞ്ഞാൽ ബാക്കി ടോപ്പിക്കുകളൊക്കെ പറയാം. 28-ൽ പരം ടോപ്പിക്കുകൾ അവിടെ ഉണ്ട്. 28-ൽ പരം ടോപ്പിക്കുകളുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കുറച്ച് ടോപ്പിക്ക് മാത്രം പറഞ്ഞാണ് ഞാൻ. ഈ ടോപ്പിക്കിൽ നിന്ന് തന്നെ മാർക്ക് നിങ്ങൾക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ സമയത്തിനുള്ളിൽ വലിയൊരു അത്ഭുതമായിട്ട് മാറും. അതുകൊണ്ട് നിങ്ങൾക്ക് നന്നായിട്ട് റിവൈസ് ചെയ്യുക, മാർക്ക് നേടിയെടുക്കുക. ഇനി കമ്പ്യൂട്ടറിൻ്റെ 5 മൊഡ്യൂളുകളാണുള്ളത് അല്ലേ. 5 മൊഡ്യൂളുകൾ 3 മാർക്ക്. അത് ഒട്ടുമിക്ക ചോദ്യപേപ്പറുകളിലും 4 മാർക്കായിട്ട് കൂടാറുണ്ട്. 4 മാർക്ക് വീതം വരുന്നുണ്ട്. ഓക്കെ, അതിലേറ്റവും പ്രധാനപ്പെട്ട 5 സ്റ്റാർ ടോപ്പിക് എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ ആണ്. 1 ഹാർഡ്വെയർ, 2 സോഫ്റ്റ്വെയർ, പിന്നെ നെറ്റ്വർക്ക്, അങ്ങനെയൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ രണ്ടാമത്തെ ടോപ്പിക്കായിട്ടുള്ള സോഫ്റ്റ്വെയർ എന്നുള്ള ആ ഒരു ഏരിയ ഉണ്ടല്ലോ, അവിടെ നിന്നാണ്, അത് മൊത്തത്തിലുള്ളതാണ്. അവിടെ ആ ഒരു പറഞ്ഞിരിക്കുന്ന ആ മൊഡ്യൂൾ ഉണ്ടല്ലോ, ആ മൊഡ്യൂളാണ് ഉറപ്പായിട്ടും സാധ്യത. അതായത് മറ്റുള്ളിടത്തു നിന്ന് വരുന്നതിനേക്കാളും ഇരട്ടിയോളം ചോദ്യങ്ങൾ മൊത്തം ക്വസ്റ്റ്യൻ പേപ്പറുകൾ വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏരിയ ഇതാണ്. അത് കഴിഞ്ഞാലാണ് ഹാർഡ്വെയർ, ഇൻപുട്ട് ഔട്ട്പുട്ട് അല്ലേ, മെമ്മറി ഡിവൈസസ് എന്നുള്ള ആ ഒരു ഏരിയ 2ാം പ്രാധാന്യം. 3ാം പ്രാധാന്യമാണ് ബാക്കിയുള്ള എല്ലാ ടോപ്പിക്കിനും. നെറ്റ്വർക്ക്സ്, സൈബർ ക്രൈംസ് ആൻഡ് സൈബർ ലോസ്, ഇങ്ങനെയുള്ള ബാക്കിയുള്ള ഏരിയ. പിന്നെ സോഷ്യൽ മീഡിയ എന്നുള്ളൊരു ഏരിയ കൂടി, ഇൻ്റർനെറ്റ്, സോഷ്യൽ മീഡിയ, അതിന് അപൂർവമായിട്ടേ ചോദ്യങ്ങൾ വരുന്നുള്ളൂ. അപ്പോൾ ആ രീതിയിൽ ഏറ്റവും പ്രാധാന്യം ഇതിനാണ് സോഫ്റ്റ്വെയർ എന്നുള്ളതാണ്. സെക്കൻഡ് ഹാർഡ്വെയർ, പിന്നെയാണ് നെറ്റ്വർക്കും മറ്റതൊക്കെ. അടുത്തത് സുപ്രധാന നിയമങ്ങൾ. ആകെ 5 മൊഡ്യൂളേ ഉള്ളൂ. ഇവിടെ ഒന്നും പറയേണ്ട ആവശ്യമില്ല, 5 മൊഡ്യൂളൊന്നും ചോദ്യം ഉണ്ടാവും. 5 മാർക്കാണ്. അതെല്ലാ പരീക്ഷയിലും 1 1 1 എന്നുള്ള രീതിയിൽ തന്നെ 5 മൊഡ്യൂളൊന്നും 5 ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. പ്ലസ് അഡീഷണൽ 1 2 ചോദ്യങ്ങളും ഉണ്ടാവാറുണ്ട്. ചില പരീക്ഷകൾ 1 ചോദ്യം വേറെ വരും അല്ലേ. അങ്ങനെ ഒരു ചോദ്യം കടന്നു വരുമ്പോൾ അത് കടന്നു വരിക കൂടുതലും ഈ മൊഡ്യൂളിൽ നിന്നാണ്, 3ാമത്തെ മൊഡ്യൂളിൽ നിന്നാണ്. വൾണറബിൾ സെക്ഷൻസുമായിട്ട് ബന്ധപ്പെട്ട് അല്ലേ, അങ്ങനെയുള്ള കുറേ ഏരിയകൾ, വിഭാഗങ്ങളുണ്ടല്ലോ, അവരുമായിട്ട് ബന്ധപ്പെട്ട് SC ST മൈനോറിറ്റി, അങ്ങനെയുള്ള കുറേ കമ്മീഷനുകൾ, അതിൻ്റെ അധ്യക്ഷന്മാർ, അതൊക്കെ കൃത്യമായിട്ട് പഠിക്കണം. അവിടെ ഒരു ചോദ്യം ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ളതും ഒരു ചോദ്യം ഇതിൻ്റെ അധ്യക്ഷനോ അങ്ങനെ ആരൊക്കെ കടന്നു വരാറുമുണ്ട്. അതല്ലെങ്കിൽ കറണ്ട് അഫേഴ്സ് ചോദ്യവും കടന്നു വരും. അതുകൊണ്ട് കറണ്ട് അഫേഴ്സിലും പ്രധാനപ്പെട്ടതാണ്, അല്ലാതെയും പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ഈ 5 മൊഡ്യൂളുകളും കൃത്യമായിട്ട് നമ്മൾ റിവൈസ് ചെയ്യേണ്ടതാണ്. ഏറ്റവും പ്രാധാന്യം ഈ മൊഡ്യൂൾ 3-നാണ്. ഒരു പക്ഷേ 1-ൽ കൂടുതൽ ചോദ്യങ്ങൾ കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ബാക്കി 4 സ്റ്റാർ ടോപ്പിക്കുകളാണ് ബാക്കിയുള്ള എല്ലാ മൊഡ്യൂളുകളും, 2ഉം 4ഉം 5ഉം അല്ലേ ഒക്കെ 4 സ്റ്റാർ ടോപ്പിക്കുകൾ വരുന്നതാണ്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ, അതെല്ലാത്തും ചോദ്യം വരുമല്ലോ. പിന്നെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്, പിന്നെ വനിതകളുടെ ആ ഒരു ശാക്തീകരണത്തിന് വേണ്ടിയുള്ള നിയമങ്ങളിൽ പ്രത്യേകിച്ചും DV ആക്ട്, ഡൊമസ്റ്റിക് വയലൻസ് ആക്ട്. പിന്നെ മൊഡ്യൂൾ 5 കുട്ടികളുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ളതിൽ പോക്സോ തന്നെയാണ് സ്ഥിരം ചോദിക്കുക. പോക്സോ എന്തായാലും ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ടാവും. പോക്സോ ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പം കാണാൻ കിട്ടാറില്ല. എന്തായാലും നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ പോക്സോ ഉണ്ടാകും. കാരണം ഇവിടെയുണ്ട്, കേരള ഭരണ സംവിധാനത്തിലും എന്തുണ്ട്, കുട്ടികൾ, വനിതകൾ, അവരുടെ സംരക്ഷണമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയും വരാം, അവിടെയും വരാം. ചിലപ്പോൾ 2 ചോദ്യം ഉണ്ടാവും. എന്തായാലും മിനിമം ഒരു ചോദ്യമെങ്കിലും പോക്സോ ഉറപ്പിക്കാൻ പറ്റും. പോക്സോ, അതേപോലെ ബാലാവകാശ കമ്മീഷനൊക്കെയാണ് അവിടെ വേണ്ടിയത്. പക്ഷേ പോക്സോയെക്കുറിച്ച് തന്നെയാണ് 90% ചോദ്യ പേപ്പറുകളിലും ഇതുവരെ വന്നിട്ടുള്ളത്. ഓക്കെ, ദെൻ സിലബസിൽ ഇത് വളരെ പ്രധാനപ്പെട്ടത്. ഇത് ഈ പറഞ്ഞ അവസാനത്തെ ഒരു ടൈമിൽ നിന്ന് പോയ ആളുകൾ എന്തെങ്കിലും നേടിയെടുത്ത് പോകുന്നവർക്കുള്ള അല്ല. ഇത് ആർക്കുള്ളതാണ്? യെസ്, പെർഫെക്റ്റ് ആയിട്ടുള്ള ആളുകൾ.
ഇനി കംപ്ലീറ്റ് പെർഫെക്ഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. നിങ്ങളിപ്പോൾ ഓൾറെഡി സിലബസ് ഒക്കെ തീർത്ത് നല്ല രീതിയിൽ റിവിഷനൊക്കെ ചെയ്ത് നിൽക്കുന്നുണ്ടാവും. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കപ്പെടാതെ പോയ ചില ഏരിയകൾ എന്നുള്ള ചോദ്യങ്ങൾ നിങ്ങളുടെ ചോദ്യ പേപ്പറിൽ കടന്നു വന്നേക്കാം. അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് വന്നിട്ടില്ലേ, ഇതൊക്കെ ഒന്ന് റിവിഷൻ ചെയ്തിട്ടില്ലേ എന്നൊക്കെ നോക്കുക. ഇല്ലെങ്കിൽ നന്നായിട്ടൊന്ന് പഠിച്ചെടുത്ത് റിവിഷൻ ചെയ്യാം. ഓക്കെ, അങ്ങനെയുള്ള ആളുകളെ കൈവെക്കേണ്ടതുള്ളൂ. അല്ലാത്ത ആളുകൾ ഇതിൽ കൈവെക്കാൻ നിൽക്കേണ്ട. ഇപ്പോൾ ഈ പറഞ്ഞ ബ്ലൂ പ്രിൻ്റ് ഏരിയാസ് അത് കൃത്യമായിട്ട് പഠിച്ച് തീർക്കുക. എങ്കിൽ തന്നെ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും കുറേ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ പലരും ശ്രദ്ധിക്കാത്ത ഏരിയകൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം. കാരണം അവിടെ സ്വദേശി പ്രസ്ഥാനം എടുത്തു പറഞ്ഞിരിക്കുന്നു, INC എടുത്തു പറഞ്ഞിരിക്കുന്നു. അങ്ങനെ എടുത്തു പറഞ്ഞ ഏരിയ മാത്രം പുസ്തകത്തിൽ വെച്ചിട്ടാണ് റാങ്ക് ഫയലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവുക. അപ്പോൾ അത് വെച്ച് മാത്രം പഠിച്ചു പോകുന്നവരുണ്ട്. പക്ഷേ അതല്ല, സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ മറ്റ് സംഭവങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ വരും. അതുകൊണ്ട് അതൊന്ന് നോക്കുക. പ്രത്യേകിച്ചും അവിടെ നിന്ന് കാലഗണന ചോദ്യം വരും എന്ന് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അത് ശ്രദ്ധിച്ചോളുക, വന്നിരിക്കാം. അടുത്തത് കേരള ഭൂമിശാസ്ത്രം. ഭൂപ്രകൃതിയെക്കുറിച്ച് സിലബസിൽ പറഞ്ഞിട്ടില്ല. ജില്ലകൾ എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. പക്ഷേ കേരളത്തിൻ്റെ ഭൂപ്രകൃതിയെക്കുറിച്ചുള്ള ചോദ്യം വന്നേക്കാം. കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രം, അതിൽ ഭൂപ്രകൃതി വിഭാഗങ്ങളെക്കുറിച്ച് ചോദിക്കാം. ദെൻ നികുതികൾ. സാമ്പത്തിക ശാസ്ത്രത്തിൽ നികുതികൾ സിലബസിലില്ല. പക്ഷേ നികുതികൾ പ്രത്യേകിച്ചും GST കുറിച്ച് അറിഞ്ഞിരിക്കുക. പിന്നെ സാമ്പത്തിക ശാസ്ത്രജ്ഞർ, അവരുടെ പ്രധാന സാമ്പത്തിക ശാസ്ത്രജ്ഞർ ഇന്ത്യക്കാർ ദാദാഭായ് നവറോജി, അതേപോലെ തന്നെ മറ്റുള്ള ആളുകളെക്കുറിച്ചൊക്കെ ഒരു ചാപ്റ്റർ ഉണ്ട്. 7ാം ക്ലാസ്സിലിട്ടാണ് തോന്നുന്നു, എനിക്ക് ഓർമ്മ. സമ്പദ് ശാസ്ത്ര ചിന്തകർ എന്നുള്ള പറഞ്ഞിട്ട് ചിന്തകൾ എന്ന് പറഞ്ഞിട്ട് അവരെ കുറേ ചിന്തകരെ കുറിച്ചൊക്കെ ഉണ്ട്. അത് ആ ഒരു ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ. പിന്നെ ഭരണഘടന, കടം കൊണ്ട ആശയങ്ങൾ സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടില്ല. പക്ഷേ ചോദ്യം വരും, അതുകൊണ്ട് നോക്കി വെക്കുക. തിരഞ്ഞെടുപ്പും ജനാധിപത്യവും ആ ചാപ്റ്റർ. പിന്നെ ഭരണഘടനയായിട്ട് ബന്ധപ്പെട്ടുള്ള കേസുകൾ, പിന്നെ പ്രധാന അനുച്ഛേദങ്ങൾ, ഇതൊന്നും സിലബസിൽ എടുത്തു പറഞ്ഞിട്ടില്ല. പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞ 11 ഏരിയകളില്ലേ, അതല്ലാത്തുള്ള ഏരിയകളാണ്. പക്ഷേ ഇതൊക്കെ നോക്കി വെച്ചാൽ നിങ്ങൾക്ക് പെർഫെക്ഷനിലേക്ക് എത്താം. ആദ്യം റാങ്ക് ഉറപ്പിക്കാൻ പറ്റും. വിചാരിക്കാത്ത ചോദ്യങ്ങൾ ഇവിടുന്ന് കടന്നു വരും. ഓക്കെ, പിന്നെ ബാലാവകാശ കമ്മീഷൻ. പോക്സോ മാത്രം പഠിച്ചു പോകും എല്ലാവരും. പക്ഷേ ബാലാവകാശ കമ്മീഷനെ കുറിച്ച് ചോദ്യം വന്നാൽ അത് നിങ്ങൾക്കേ കിട്ടുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് നോക്കുക. പിന്നെ സംസ്ഥാന സിവിൽ സർവീസ് കേരള ഭരണ സംവിധാനത്തിൽ പഠിക്കാനുള്ളൂ. പക്ഷേ കേന്ദ്ര സിവിൽ സർവീസിനെ കുറിച്ചുള്ള ചോദ്യം വരാം. അഖിലേന്ത്യാ സർവീസിനെ കുറിച്ച് ഒരു ചോദ്യം നിങ്ങളോട് ചോദിച്ചാൽ ഇതെനിക്ക് സിലബസിൽ ഇല്ലായിരുന്നു എന്നും പറഞ്ഞ് ഒഴിവാക്കാൻ പറ്റില്ല. നിങ്ങൾ എഴുതിയാൽ നിങ്ങൾ മുന്നിലെത്തും. ഓക്കെ, ദെൻ ജീവികളുടെ പരിണാമം. ബയോളജിയിൽ 10ാം ക്ലാസ്സിൽ 8ാമത്തെ ചാപ്റ്റർ ജീവികളുടെ പരിണാമത്തെക്കുറിച്ചുള്ളൊരു ചാപ്റ്റർ ഉണ്ട്. അതൊന്ന് നോക്കി വെച്ചാൽ ചിലപ്പോൾ ഒരു മാർക്ക് കയറി വന്നാൽ രക്ഷപ്പെട്ടേക്കും. പിന്നെ ജനിതക രോഗങ്ങൾ സാംക്രമിക രോഗവും രോഗകാരികളും, ബാക്ടീരിയ, വൈറസ്, ഫംഗസ്, പ്രോട്ടോസോ മാത്രം പഠിച്ചു പോകും പലരും. നിങ്ങൾ പെർഫെക്ഷനിലേക്ക് എത്താൻ പകരാത്ത രോഗങ്ങളെക്കുറിച്ചും ജനിതക രോഗങ്ങളെക്കുറിച്ചും പറഞ്ഞാൽ ഒരു പക്ഷേ അതായിരിക്കും പരീക്ഷയിൽ ചോദിക്കുക. മറ്റ് രോഗങ്ങളെക്കുറിച്ച് അതുകൂടെ നോക്കി വെക്കുക. ദെൻ പ്രസിദ്ധ കലാകാരന്മാരെല്ലാവരും സിലബസിൽ പറഞ്ഞിരിക്കുന്ന ഇന്ത്യ, കേരളം എന്നാണ്. ഇന്ത്യയിലെയും കേരളത്തിലെയും പ്രസിദ്ധ കലാകാരന്മാരെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. കായിക താരങ്ങളെക്കുറിച്ചും അങ്ങനെയാണ് പഠിക്കാനുള്ളത്. പക്ഷേ ചോദ്യങ്ങൾ വരുമ്പോൾ അല്ലാത്തവരെക്കുറിച്ചും ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ത്യയും കേരളത്തിനും പുറമേയുള്ള പ്രധാന സൃഷ്ടികൾ, കലാസൃഷ്ടികൾ, അല്ലെ, ചിത്രരചനകൾ, ഇപ്പോൾ ഡാവിഞ്ചി പോലെയുള്ള ആ രീതിയിൽ അത്രയും പ്രാധാന്യമുള്ള സാധനങ്ങൾ മാത്രം നോക്കിയാൽ മതി. നിങ്ങൾ ആ ലെവലിലുള്ള സാധനങ്ങളൊന്ന് നോക്കി വെച്ചാൽ ഒരു പക്ഷേ ഈ പറയുന്ന മാർക്ക് കയറി. ഇത് ഇങ്ങനെയുള്ളവരാണ് ചെയ്യേണ്ടതുള്ളൂ. ബാക്കിയെല്ലാം കംപ്ലീറ്റ് റിവിഷനൊക്കെ നടത്തി സെറ്റായി നിൽക്കുന്ന ആളുകൾ. പ്രസിദ്ധരായ കായിക താരങ്ങൾ ഇന്ത്യക്കും അതേപോലെ കേരളത്തിനും പുറമെ ഇന്ത്യ കേരളം സിലബസിൽ പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ നോക്കാതിരിക്കും. സ്റ്റെഫി ഗ്രാഫും മാർട്ടിന നവരത്തിലോവയും ഒക്കെ എന്ത് വന്നിട്ടുണ്ട്, ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട്. ഇനിയും ഒരു പക്ഷേ വന്നേക്കാം. അപ്പോൾ ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല. അത് കറണ്ട് അഫേഴ്സ് അല്ലാത്ത ചോദ്യങ്ങൾ തന്നെ വരും. ഓക്കെ, അപ്പോൾ ആ രീതിയിലാണ് ഈ ഒരു മേഖലയിൽ നിങ്ങൾ നോക്കേണ്ടത്. അതായത് ഞാൻ സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടില്ലാത്ത കുറച്ച് ഏരിയ പരിചയപ്പെടുത്തിയത്. ഇത് ടോപ്പ് റാങ്കിലേക്ക് പോകേണ്ട ആളുകൾക്കാണ്. ഇവിടെ നിന്ന് കിട്ടുന്ന ഒരു മാർക്ക് മതി നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ. മറ്റുള്ളവർ നിങ്ങൾ വ്യത്യസ്തരായി നിങ്ങൾ ആദ്യ റാങ്കുകാരായിട്ട് മാറും. കാരണം സിലബസ് ഇല്ലാത്തത് കൊണ്ട് അവർ പഠിക്കാണ്ടിരിക്കുന്ന. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ലെവൽ വേറെയാവും. അതുകൊണ്ട് ഈ രീതിയിൽ എല്ലാവരും ഇത് ഉപയോഗപ്പെടുത്തുക. മാക്സിമം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇനിയുള്ള ഈ ഒരു 3 ആഴ്ചത്തെ പഠനം ഗംഭീരമാക്കി മാറ്റുക. ആദ്യഘട്ടക്കാർക്ക് നല്ല രീതിയിൽ തിളങ്ങാൻ പറ്റട്ടെ, കൂടുതൽ മാർക്കുകൾ ഇവിടെ നിന്ന് നേടാൻ പറ്റട്ടെ. മറ്റ് ഘട്ടക്കാർക്ക് വേണ്ടി പിന്നീടുള്ള ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വരും. അവർക്കും ഈ ഒരു ബ്ലൂ പ്രിന്റ് വെച്ചുള്ളൊരു പഠനം ഇപ്പം നടത്തുന്നത് ഏറ്റവും ഗുണകരമായിരിക്കും. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാൻ പറ്റും. എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത്രത്തോളം വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അതിനനുസരിച്ച് അങ്ങോട്ടേക്ക് പഠനം ക്രമീകരിക്കാനും മുന്നേറാൻ നിങ്ങൾക്കൊക്കെ പറ്റും. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകൾ നേരുന്നു. ഓക്കെ, ബ്ലൂ പ്രിന്റ് ബേസ്ഡ് റിവിഷൻ ക്ലാസ്സുകൾ നമ്മൾ എൻട്രിയിൽ സജ്ജമാക്കും. അതും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഓക്കെ,